അതെ, അങ്ങനെയുള്ളതിന് നമ്മൾക്ക് സഹിഷ്ണുത പ്രാപിക്കണം. സഹിഷ്ണുത, ആ സഹിഷ്ണുത വരുമ്പോൾ ആണ് അങ്ങനെയുള്ളവരെ സഹിക്കാൻ കഴിയുന്നത്. ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് നാം ഇറങ്ങിക്കഴിയുമ്പോൾ 1 കൊരിന്ത്യർ 13 അധ്യായത്തിൽ വായിക്കുന്നു, എല്ലാം സഹിക്കുന്നു. കർത്താവേ, അങ്ങനെ തെറ്റായി സംസാരിക്കുന്ന സഹോദരനെ സ്നേഹിക്കാനുള്ള കൃപയും സഹിഷ്ണുതയും എനിക്ക് തരണമേ എന്ന്. എനിക്ക് മുൻകാലങ്ങളിൽ എനിക്കെതിരായി വല്ലവരും പറഞ്ഞാൽ എനിക്ക് അവരോട് ഉള്ളിൽ ഒരു ചെറിയ കയ്പിരിക്കുമായിരുന്നു. അവരോട് ഞാൻ പ്രതികാരമായിട്ടൊന്നും പറയില്ലെങ്കിലും ഒരു ചെറിയ കയ്പ്, അവരിങ്ങനെ പറഞ്ഞല്ലോ. പിന്നെ കർത്താവെ ഇതെന്നെ മാറ്റണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, അവരങ്ങനെ പറഞ്ഞത് നിനക്ക് ഗുണമായി, നിന്നെ തന്നെ പരിശോധിക്കാൻ ഗുണമായി, അതുകൊണ്ട് നിനക്ക് നന്മയാണ് അവർ ചെയ്തത്. അപ്പം അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ എതിരായിട്ട് പറയുന്നവരോടുള്ള കയ്പ് മധുരമായി മാറി. അതിനു മുൻപ് എങ്ങനെയായിരുന്നു? കയ്പിനെ മോശമായി ചിന്തിക്കുകയോ മോശമായി പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഹൃദയത്തിൽ എന്താകുമായിരുന്നു? ഒരു കയ്പ്. പിന്നെ അതെനിക്ക് നന്മയ്ക്കായിട്ടാകുന്നെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ അവരോടുള്ള കയ്പ് മധുരമായി മാറി. നമ്മൾക്ക് മറ്റുള്ളവരോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ, കർത്താവേ എനിക്ക് സഹിഷ്ണുത കുറവാണ്, എനിക്ക് സഹിഷ്ണുത തരണമേ എന്ന് കർത്താവിനോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ സഹിഷ്ണുത സിദ്ധതയും പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല ഉണ്ടല്ലോ. റോമാലേഖനത്തിനകത്തുന്ന വാക്യം ഒന്നും വായിച്ചാട്ടെ. 5-ാം അധ്യായത്തിന്റെ റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 3-4 വായിച്ചാട്ടെ. റോമാലേഖനം 5-ന്റെ 3-4. അതുതന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് കുറച്ച് സഹിഷ്ണുത കുറയുമ്പോഴാണ് മറ്റുള്ളവർ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത്? മുറിവേൽക്കുന്നത്. അതുകൂടാതെ നമ്മുടെ ജഡം നമ്മിൽ വസിക്കുന്നു. നമ്മുടെ ജഡം എപ്പോഴും നമ്മളെ പുകഴ്ത്തുന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മളെ ആരെങ്കിലും നിന്ദിച്ച് പറയുകയാണെങ്കിൽ നമ്മൾക്ക് വേദനയുണ്ടാവും. എന്നാൽ ആ ജഡത്തെ നാം കീഴ്പ്പെടുത്തി കഴിയുമ്പോൾ, അതിനെ ജയിപ്പാനായി ആ ജഡത്തെ ക്രൂശിച്ച് കഴിയുമ്പോൾ പറയുന്നതെല്ലാം നന്മയ്ക്കായിട്ടാണെന്ന് മനസ്സിലാക്കി കർത്താവിനെ ഇത് ചെയ്യാനും. 1-2 കർത്താവിൻ്റെ ദാസന്മാർ എനിക്ക് എതിരായിട്ട് വളരെ ഏതാണ്ട് സംസാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അവരെ കാണുന്നുണ്ട്. ഞാൻ അവിടെ ചെന്ന് കൈ കൊടുത്തിട്ട് അവരെ ചുംബനം ചെയ്യുകയാണ്, ഇത് ചെയ്യാണ്. ഉടനെ അവർ വിറയ്ക്കുകയും അവർക്ക് ആകെ ഒരു വെപ്രാളം. ഉടനെ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞത് അറിഞ്ഞില്ലയോ? എന്നോട് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങൾ പറഞ്ഞ് ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? അതെന്താ? എങ്ങനെ നിങ്ങൾ പറഞ്ഞത് എനിക്ക് ഗുണമായി തീർന്നു, എനിക്ക് അനുഗ്രഹമായി തീർന്നു. പിന്നെ അവർ കരയാൻ തുടങ്ങി. കഷ്ടത സഹിഷ്ണുതയെയും നമ്മൾ സഹിഷ്ണുത കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് എന്തായി? അതെല്ലാം അനുഗ്രഹം. അപ്പോൾ ഈ ലോകത്തിൽ ഒരു മനുഷ്യരും നമ്മൾക്ക് ഒരു തിന്മയും ചെയ്യുവാൻ കഴിയുകയില്ല. നമ്മൾക്ക് അവർ തിന്മയായി ചെയ്യുന്നതെല്ലാം നമുക്ക് അനുഗ്രഹമായിട്ടാണ് മാറുന്നത്. അവരെത്ര തിന്മയെന്ന് വെച്ച് നശിപ്പിക്കാനായിട്ട് അവർ ചെയ്യുന്നത് നമുക്ക് എന്തായി മാറുന്നു? അനുഗ്രഹകരമായിട്ട് മാറുന്നു. എത്ര നശിപ്പിക്കാനായിട്ട് അവർ ചെയ്താലും അത് നമ്മൾക്ക് എന്തായിരുന്നു? അനുഗ്രഹകരമായി മാറും. എത്ര തിന്മ ചെയ്താലും, അവരെത്ര കഠിനമായി നമ്മൾക്ക് വിരോധമായി പറഞ്ഞാലും എന്ത് ചെയ്താലും നമുക്കത് അനുഗ്രഹം. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് റോമാലേഖനം 8:28 സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത് നമ്മൾ അറിയുന്നു. അവിടെ ഞാൻ അറിയുന്നു എന്നുള്ള വാക്ക് അത് ഗ്രീക്കിൽ പ്രാക്ടിക്കലായിട്ട് അറിയുന്നു എന്നതാണ്. പ്രായോഗികമായ അനുഭവത്തിൽ അറിയുന്നു. നമുക്ക് 2 അറിവുണ്ട്. ഇപ്പം ഈ പള്ളിപ്പാട് അസംബ്ലീസ് ഓഫ് ഗോഡ് ഹാൾ ഇതിനെക്കുറിച്ചൊരറിവുണ്ട്. എന്നാൽ അത് ഒരു അറിവ് തന്നെ, ഇന്ന സ്ഥലത്ത് പള്ളിപ്പാട് വന്നിറങ്ങിയാൽ ഇന്നടുത്ത് വരാൻ ഒക്കും.
എന്നാൽ അത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞ് ഇവിടെ അകത്ത് ഹാളിൽ കയറി കസേരയിലൊക്കെ ഇരുന്നു, ടോയ്ലറ്റിലൊക്കെ പോയി ഇവിടുത്തെ മീറ്റിംഗൊക്കെ കണ്ടു കഴിയുമ്പോൾ കുറച്ചുകൂടെ കൂടുതലായ അറിവ്, അനുഭവത്തോടുകൂടെ അറിവ് ലഭിക്കും. അതാണ് പൗലോസ് പറയുന്നത്, എൻ്റെ അനുഭവത്തോടുകൂടെ എനിക്കറിയാം സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. സകലതും നന്മയ്ക്ക് നമ്മൾക്ക് വരുന്നതായ സകല കാര്യങ്ങൾ, ഏറ്റവും കൈപ്പേറിയ അനുഭവങ്ങളും നമുക്ക് നന്മയ്ക്ക് വേണ്ടി മാത്രം. അതാണ് ദൈവമക്കളുടെ പ്രത്യേകത. സാത്താനും നമുക്കൊരു ദോഷം ചെയ്യാനൊക്കത്തില്ല, ഒരു മനുഷ്യർക്കും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ദോഷം ചെയ്യാൻ ഒക്കില്ല. നിങ്ങൾ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഓരോരുത്തർക്കും നമുക്കൊരു ദോഷവും ചെയ്യുവാൻ കഴിയില്ല. ഒരു മനുഷ്യർക്കും അവരെന്ത് ചെയ്താലും നമുക്ക് തന്നെ നമ്മൾ വേണമെങ്കിൽ ദോഷം ചെയ്യാം, ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോവാം. എന്നാൽ മറ്റുള്ളവരെന്ത് ചെയ്താലും, എത്ര നമ്മളെ നശിപ്പിക്കാനായി എന്തെല്ലാം പറഞ്ഞാലും എന്തെല്ലാം എഴുതിയാലും അത് നമ്മൾക്ക് നന്മയ്ക്കായി മാത്രം. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായി കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്ന അതേ വിഷയങ്ങൾ തുടർന്നുകൊണ്ട് ദൈവത്തിൻ്റെ സകല നിറവോളം ക്രിസ്തു എന്ന തലയോളം വളരണം എന്നുള്ള വിഷയത്തെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനായി 2 കൊരിന്തി 3:18 വായിച്ചാട്ടെ. 2 കൊരിന്തി 3:18. 2 Corinthians chapter 3 verse 18. 2 कोरिन्थी 3 अध्याय उसका 18 पद. 2 कोरिन्थी 3:18. 2 कोरिन्थी 3:18. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിപ്പിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് രാവിലെ സമയം ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് നിന്റെ സന്നിധിയിൽ കൂടിയൊരുവാൻ തന്ന ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം. പരിശുദ്ധാത്മാവേ, നീയാണ് ഞങ്ങളുടെ അധ്യാപകൻ. നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. നിന്റെ വചനം ഗ്രഹിക്കുന്നതിന് തടസ്സമായി ഏതെങ്കിലും ഹൃദയങ്ങളിൽ ഈ ലോകത്തിന്റെ ദൈവം മനസ്സ് കുരുടാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഹൃദയങ്ങൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടുമാറാകട്ടെ. നിന്റെ വചനം ഗ്രഹിപ്പാൻ ഞങ്ങൾ കൃപ നൽകണമേ. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത് നമ്മുടെ സ്വയത്തെ നാം ജയിക്കണം, സ്വയത്തെ പൂർണ്ണമായി ത്യജിക്കണം. സ്വയം വന്ന കാര്യങ്ങൾ, അതിൻ്റെ ആരംഭം സാത്താൻ ലൂസിഫറിന്റെ ഹൃദയത്തിൽ അതിട്ടതും പിന്നെ അത് കഴിഞ്ഞത് ഹവ്വായുടെ മനസ്സിൽ വന്നതും നമ്മളെ ഭരിക്കുന്നത് ഞാൻ എന്റേത് എന്നുള്ളതിനെ ജയിക്കണം. അതുകൊണ്ടാണ് ലൂക്കോസ് 9:23 തങ്ങളുടെ സ്വയത്തെ ജയിക്കണം. നമ്മൾക്ക് പല പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, കഷ്ടങ്ങൾ ദൈവം അനുവദിക്കുന്നത് നമ്മിലുള്ളതായ സ്വയത്തെ ജയിക്കുക. സ്വർഗത്തിൽ എല്ലാം നാം, ഇന്നലെ നാം ചിന്തിച്ചു, പിതാവായ ദൈവവും പുത്രനായ ദൈവവും ഇവിടെ സംസാരിക്കുമ്പോൾ നാം ആയാൽ നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുക, നാം ഇറങ്ങിച്ചെന്നവരുടെ ഭാഷയെ കറക്കുക. ആർ നമുക്ക് വേണ്ടി പോകും? കർത്താവായ യേശു ക്രിസ്തുവും പറയുന്ന, പിതാവേ, ഞാൻ നിന്നിലും നീ എന്നിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കണം. അപ്പോൾ പുതിയ യെരൂശലേമിൽ വാഴുന്നവരെല്ലാം എന്റേത് ഞാൻ എന്നുള്ളതല്ല, നമ്മുടേത്, ഒരു ശരീരം എന്ന നിലയിൽ. അതാണ് ഏക ശരീരസ്ഥർ എന്നുള്ള മർമ്മത്തെക്കുറിച്ച് പറയുവാനിടയായത്. നാം ഒരു കുടുംബത്തിൽപ്പെട്ടവരെന്ന് മാത്രമല്ല, നാം ഏക ശരീരസ്ഥർ എന്ന് പറഞ്ഞാൽ ഉപദേശത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ ശരീരത്തിന്റെ അംഗങ്ങളായി തീരുന്നു. ആ വിഷയത്തിലേക്ക് വരുമ്പോഴാണ് നമ്മിലുള്ളതായ ഓരോ കുറവുകളെയും മനുഷ്യ സ്വഭാവത്തെയും നമ്മിലുള്ള സ്വയത്തെയും മാറ്റുവാനായിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ പലവിധ പരിശോധനകൾ, കഷ്ടങ്ങളുടെ മാർഗങ്ങൾ വെച്ചിട്ടുണ്ട്. അത് പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തിൽ കൂടെ ആ മാർഗങ്ങളെ നാം നേരിടണം എന്ന് പറയുവാനിടയായി. ഇവിടെ നാം വായിച്ചത് ശ്രദ്ധിച്ചാൽ, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായ നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ദൈവത്തിന്റെ പ്രതിമയായി നാം രൂപാന്തരപ്പെട്ടേ മതിയാകെയുള്ളൂ.
അങ്ങനെയാണ് ദൈവത്തിന്റെ സകല നിറവിനോളം നാം നിറഞ്ഞു വരുന്നത്. അങ്ങനെ നമ്മൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കണം. ഈ തേജസ് എവിടെയാ കിട്ടുന്നത്? റോമാലേഖനം 8:17 വായിച്ചാൽ, റോമൻസ് 8:17, റോമിയോങ്കി പത്രി 8:17. ഈ തേജസ് എവിടുന്നാണ് കിട്ടുന്നത്? വായിച്ചാൽ, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാൽ അത്രേ. അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് നാം എന്ത് ചെയ്യണം? അവനോടുകൂടെ കഷ്ടമനുഭവിക്കണം. ഈ കഷ്ടം അനുഭവിക്കുന്നതെന്ന് പറയുന്നത് അതിന്റെ ഉദ്ദേശം എന്താണ്? പലപ്പോഴും കഷ്ടമേ 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 എന്ന് പറഞ്ഞ് ഭാരപ്പെടാറുണ്ട്. ഈ കഷ്ടത്തിന്റെ ഉദ്ദേശം എന്താണ്? വെള്ളി മിനുക്കുന്നതിനെ കുറിച്ച് മലാഖിയുടെ പുസ്തകം 3:2-3 വായിച്ചാട്ട്. മലാഖിയുടെ പുസ്തകം 3:2-3. മലാഖി 3:2-3. മലാഖായി chapter 3 verse 2 and 3 വായിച്ചാട്ട്. മലാഖി 3:2-3. എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും? അവൻ ഊതിക്കഴിക്കുന്നവന്റെ തീ പോലെയും അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയും ആയിരിക്കും. അവൻ ഊതിക്കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് ലേവിപുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. അങ്ങനെ അവർ നീതിയിൽ യഹോവയ്ക്ക് വഴിപാടർപ്പിക്കും. ഇവിടെ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുന്നു. അതേസമയം ഞാൻ പിന്നെ പുതിയ നിയമത്തിലെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിനേക്കാൾ എത്ര ഗൗരവതരമായിട്ടാണ് പുതിയ നിയമ ഇസ്രായേൽ ദൈവത്തോട് സമരായി സ്വർഗസ്ഥലങ്ങളിൽ ഇരുന്ന് വാഴേണ്ടവർ. അവരെ ദൈവം എത്ര ശ്രദ്ധയോടെയാണ് ശുദ്ധീകരിക്കുന്നത്. ഇവിടെ വെള്ളി ഊതി കഴിക്കുന്നവൻ, ഞാൻ വെള്ളി ഊതി കഴിക്കുന്നവൻ ആ തട്ടാന്റെ അടുക്കൽ, ആ സ്വർണം കൊണ്ടുണ്ടാക്കുന്നവരുടെ അടുക്കൽ പോയിരുന്ന എങ്ങനെയാണ് അവർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ ബ്ലോവറൊക്കെ ഉണ്ട്. പിൻകാലങ്ങളിലാണെങ്കിൽ ഈ ഊതുന്ന ഒരു പൈപ്പ് കൊണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് തട്ടാന്മാരെന്ത് ചെയ്യും, ആ പൈപ്പ് വെച്ചിട്ട് ആ ചൂളയ്ക്ക് എന്ത് ചെയ്യും, ചൂള ഊതി ചൂട് കൂട്ടും. അപ്പൊ നമ്മുടെ കഷ്ടങ്ങളുടെ ചൂട് കൂട്ടുന്നത് ആരാണ്? വെള്ളി ഊതി കഴിക്കുന്ന പോലെ നമ്മുടെ അടിയിലുള്ള കഷ്ടം കുറച്ച് കുറവാണെങ്കിൽ ഒന്നുകൂടെ ഊതി എന്ത് ചെയ്യും? അത് നമ്മൾ വിചാരിക്കും അത് സാത്താനാ ചെയ്യുന്നത്. സാത്താൻ ഈ കാര്യം അറിഞ്ഞേ കൂടാ. നമ്മുടെ ശുദ്ധീകരണത്തിൽ സാത്താൻ ഒട്ടും ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല. പലപ്പോഴും നമ്മൾ അറിയാതെ അങ്ങ് ചിന്തിച്ചു പോകും സാത്താനാ നമ്മളെ ഇതെല്ലാം നഷ്ടപ്പെടുന്നത്. ഞാൻ ചോദിക്കട്ടെ, സ്തോത്രം കൂടുതൽ പറയുന്നത് സാത്താൻ ഇഷ്ടമാണോ ദുഃഖമാണോ? പറഞ്ഞാട്ടെ. ദുഃഖമാണ്. കഷ്ടം വരുമ്പോൾ നമ്മൾ സ്തോത്രം കൂടുതൽ പറയുമോ? സുഖം വരുമ്പോൾ സ്തോത്രം കൂടുതൽ പറയും? എപ്പോഴാണ് കൂടുതൽ സ്തോത്രം പറയുന്നത്? കഷ്ടം വരുമ്പോഴാണ് കൂടുതൽ സ്തോത്രം പറയുന്നത്. വേദന വരുമ്പോൾ കൂടുതൽ സ്തോത്രം പറയുന്നത്. അപ്പൊ നമുക്ക് കഷ്ടം തന്നിട്ട് നമ്മളെ കൊണ്ട് കൂടുതൽ സ്തോത്രം പറയിപ്പിക്കാനാണോ സാത്താൻ ആഗ്രഹിക്കുന്നത്? അല്ലവേ അല്ല. സാത്താൻ ആഗ്രഹിക്കും നിങ്ങളുടെ വായിൽ നിന്ന് ഒരു സ്തോത്രവും വരരുത്, സുഖമായി കിടന്നുറങ്ങിക്കോ, ഇഷ്ടം പോലെ കഴിച്ചോ, സുഖമായി ഉറങ്ങിക്കോ, നിങ്ങളെ ബിസിയാക്കി വെക്കുക. ഇതിലെന്തുണ്ട്? അതുകൊണ്ട് വെള്ളി ഊതി കഴിക്കുന്നത് പോലെ ദൈവം നമ്മളെ എന്ത് ചെയ്യും? നമ്മുടെ ചൂട് നമ്മളെ ഉരുകുന്നത് പോലെ ഉരുക്കാൻ. അതുപോലെ നമ്മുടെ ദൈവം ചെയ്യുന്ന വേറൊരു പരിപാടി ഇവിടെ ഉണ്ട്. സങ്കീർത്തനം 66:10-12 വരെ വായിച്ച. സങ്കീർത്തനം 66:10-12 വരെ. Psalm 66 verse 10-12. ഭജന സംഹിത 6:10-12. ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. വെള്ളി ഊതിക്കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. വെള്ളി ഊതിക്കഴിക്കും പോലെ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി. കണ്ടോ, വിടുവിക്കുന്നവനായ ദൈവം എന്ത് ചെയ്തു? വലയിൽ അകപ്പെടുത്തി. ഞാൻ ഇന്ന് രാവിലെ ഒരു പ്രിയപ്പെട്ട വിഴിഞ്ഞെത്തുന്ന കർത്താവിന്റെ ദാസനോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എന്നോട് പറയുകയായിരുന്നു. അപ്പൊ ഞാൻ ഈ കാര്യം അദ്ദേഹത്തോട് പറഞ്ഞില്ല. കാരണം ഇന്ന് ക്ലാസ്സിൽ അത് വരുന്നോണ്ട് ഞാൻ പറഞ്ഞില്ല. അദ്ദേഹം ക്ലാസ്സിലുണ്ട്. ദൈവം നമ്മളെ ചിലപ്പോൾ എന്ത് ചെയ്യും? വലയ്ക്കകത്താക്കും. എന്ത് ചെയ്യും? വിടുവിക്കുന്നതിനായ ദൈവം ചിലപ്പോൾ എന്ത് ചെയ്യും? പറഞ്ഞ മനസ്സിലായോ?
ദൈവം ചിലപ്പോൾ നമ്മളെ എന്ത് ചെയ്യും? വലയിലാക്കും. യോസഫിന്റെ കാര്യം ചോദിച്ചാൽ, മോശയുടെ കാര്യം ചോദിച്ചാൽ, നമ്മുടെ ഓരോരുത്തരുടെയും കാര്യം, അവരെല്ലാവരും വലയിലാക്കപ്പെട്ട കാര്യം പറയും. എന്നെയും കർത്താവ് പല സമയം വലയിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിടുവിക്കുന്നതിനായ ദൈവം ചിലപ്പോൾ നമ്മളെ എന്ത് ചെയ്യും? വലയിലാക്കാൻ. എന്തുകൊണ്ടാണ് വലയിലാക്കുന്നത്? നമ്മൾ സന്മനസ്സോടെ ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവേ എനിക്ക് നിന്നെപ്പോലെ ആകണമെന്നുള്ള ആഗ്രഹമുണ്ട്, എൻ്റെ അശുദ്ധിയെല്ലാം മാറ്റണമേ എന്ന് നമ്മൾ സുബോധത്തോടെ പ്രാർത്ഥിച്ച പ്രാർത്ഥന കർത്താവ് കേട്ടു. അത് കേട്ടതിന് ശേഷം അതിന്റെ പരിപാടി ദൈവം തുടങ്ങുമ്പോൾ, കർത്താവെ അരുതേ അരുതേ എന്ന് പറയുമ്പോൾ, കർത്താവ് നീ ആദ്യം പറഞ്ഞ പ്രാർത്ഥനയുടെ മറുപടിയായത്. നീ ആദ്യം പറഞ്ഞില്ലേ എന്നെ ശുദ്ധീകരിച്ച് ആരെ പോലെ ആക്കണം? എന്നെ പോലെയാക്കണം മകനെ. അതിന്റെ മറുപടിയായി മറ്റേത് ഇത് എന്നെ അങ്ങ് വിടണേന്ന് പറഞ്ഞാൽ അത് ഞാൻ പിന്നെ ചെയ്തോളാം. ആദ്യം നിന്റെ ആദ്യത്തെ പ്രാർത്ഥനയുടെ മറുപടി ആദ്യം നടക്കട്ടെ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ദൈവം നമ്മളെ എന്ത് ചെയ്യും? വലയിലാക്കും. മൈത്രി സമझ में आ रहा है ना? You understand? Sometime God will trap us in the net. ദൈവം നമ്മളെ എന്ത് ചെയ്യും? വലയിലാക്കും. ഹല്ലേലൂയ. എന്തിനാണ് വലയിലാക്കി? 4 വശവും അടച്ച് വലയിലാക്കി ഊതി കഴിച്ച് നമ്മുടെ കിട്ടമെല്ലാം എന്ത് ചെയ്യണം? എടുത്തേലേ തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ മേൽ തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കണമെങ്കിൽ നമ്മളുടെ ഊതി കഴിച്ച കിട്ടമെല്ലാം മാറ്റണം. ഹല്ലേലൂയ. അവിടെ പറയുന്ന അലക്കുകാരന്റെ ചാരവെള്ളം പോലെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. പിൻകാലങ്ങളിൽ, കഴിഞ്ഞ കാലങ്ങളിൽ ഈ തുണി അലക്കുകാരെന്ത് ചെയ്യും? നദിയുടെയൊക്കെയോ അല്ലെ തോടിന്റെയൊക്കെ വെള്ളം ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ അവിടെ എല്ലാം വലിയ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിനകത്ത് തുണിയെല്ലാം വെച്ച് കാരമെല്ലാം ഇട്ടിട്ട് രാത്രി മുഴുവൻ അത് തിളപ്പിക്കും. രാവിലെ എഴുന്നേറ്റ് അതെന്ത് ചെയ്യും? വലിയ കല്ലിലിട്ട് അടിച്ചു ഇതാവും. ഞാൻ ഈ കർച്ചീഫ് ഞാനിത് കഴുകുകയാണെങ്കിൽ വളരെ ശ്രദ്ധയോടെ ഇതിന് ഇത്രയും രൂപ കൊടുത്ത് വില വാങ്ങിയതാണല്ലോ എന്ന് വിചാരിച്ച് സ്നേഹത്തോടെ സോപ്പിട്ടേ കഴുകുള്ളൂ. അലക്കാരൻ്റെ കൊടുത്താൽ എങ്ങനെ അലക്കെന്നറിയാമോ? അന്നേരം ഇതിന്റെ വിലയൊന്നുമില്ല. അടിച്ച് കല്ലിലിട്ട് അടിക്കും. അടിച്ചിട്ട് എന്താ, തുണി കീറിയാലും സാരമില്ല, അഴുക്ക് പോകണം. അതുപോലെ കർത്താവ് ചിലപ്പോൾ നമ്മളെ ഇട്ടോ അലക്കും. അലക്കാരൻ പോലെ നമ്മളെ എന്ത് ചെയ്യും? അലക്കുന്നുണ്ട്. എന്നെ വിടണേ സാത്താനെ, എന്നെ വിടണേ, എന്നെ വിടണേ സാത്താൻ, യേശുവിന്റെ നാമത്തിൽ സാത്താനെ പോ, യേശുവിന്റെ സാത്താനെ പോകുന്ന. അപ്പൊ കർത്താവ് പറയും, ഞാൻ സാത്താനൊന്നുമല്ല, ഞാൻ നിന്നെ പിടിച്ചിരിക്കുന്നത് വിടാനല്ല, ഞാൻ നിന്നെ അലക്കിച്ചേ വിടത്തുള്ളൂ. അപ്പൊ നമ്മൾ അങ്ങനെ സാത്താനെ, യേശുവിന്റെ രക്തം സാത്താനെ പോകുന്നൊക്കെ പറയുമ്പോൾ കർത്താവിന് ദീർഘക്ഷമയുള്ള കർത്താവായതുകൊണ്ട് നീ എന്നെ തിരിച്ചറിയാത്തതുകൊണ്ട് സാത്താനെന്ന് വിളിക്കുന്നതാ. സാരമില്ല, ഞാൻ നിന്റെ പിതാവാണ്, ഞാൻ നിന്റെ സൃഷ്ടിതാവാണ്, ഞാനിപ്പം നിന്നെ വിടാൻ പോകുന്നില്ല. നമ്മുടെ ഉള്ളിലതായ ജഡം വേദന കൊണ്ട് കരയും. ജഡം എന്ന് പറയുന്നത് എപ്പോഴും സുഖിച്ചുകൊണ്ടിരിക്കണം. നല്ല പേര്, നല്ലത്, എല്ലാം നല്ലത് മതി. എന്നാൽ ആ ജഡത്തെ വെച്ചിട്ട് നമ്മൾ ആ ജഡത്തിന് കീഴ്പ്പെടുന്നുവോ അതോ അവനെ പോലെ തേജസ് പ്രാപിക്കാൻ എത്ര പ്രാവശ്യം കർത്താവിനെ അലക്കിയിട്ടുണ്ട്. അനുഭവിച്ചുകൊണ്ട് പറയുകയാണ്. എത്ര കഷ്ടങ്ങൾ, നിന്ദകളിൽ, അപമാനങ്ങളിൽ നല്ലവണ്ണം ദയയില്ലാതെ പ്രവർത്തിച്ച അവസരങ്ങളുണ്ട്. അന്നേരമെല്ലാം ഇതെനിക്ക് വേണ്ടി, നന്മയ്ക്കെന്ന് വേണ്ടിയുള്ളൂ, സ്തോത്രം 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 എന്ന് പറഞ്ഞതുകൊണ്ട് അതിലെല്ലാം ഓരോ ചൂളയിലും കൂടെ കയറി ഇറങ്ങി. ഇപ്പോൾ ഞാൻ സാധാരണ പറയാറുണ്ട്, ക്യാപ്റ്റൻ ഷാമുവൽ എഞ്ചിനീയറൊക്കെ ആയിരുന്നു, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി, ജോലി രാജിവെച്ചു, പെൻഷനൊന്നും മേടിക്കാതെ ജോലിയൊക്കെ രാജിവെച്ച് നോക്കിയപ്പം ഒരു 500 ടണ്ണ് ഭാരമുണ്ട്. നല്ല 500 ടണ്ണിനകത്ത് 10 ഗ്രാം സ്വർണമേ ഉള്ളൂ. 500 ടണ്ണിൽ സ്വർണം എത്രയേ ഉള്ളൂ? 10 ഗ്രാം. അപ്പൊ എം ശാമിൽ പ്രസംഗിക്കാൻ അങ്ങോട്ട് തുടങ്ങി. അതായി അയ്യോ, എല്ലാവരും കൂടെ പുകഴ്ത്തി 500 ടൺ 600 ടൺ ആകുന്നതല്ല കർത്താവിന്റെ പ്രോഗ്രാം. കർത്താവിന് ഈ ടണ്ണ് കൂട്ടുകയല്ല, കുറയ്ക്കണം. അതിന് എം ശാമുവേലിന്റെ വഴിയിൽ ഓരോ തീച്ചൂള ദൈവം ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എം ശാമുവേൽ അങ്ങനെ പോയി തീച്ചൂളയ്ക്കകത്തോട്ട് കയറി. 4 വശത്തും പൊള്ളുക. ഉടനെ യേശുവിന്റെ നാമത്തിൽ പോകാന്ന് പറഞ്ഞാലൊന്നും കാര്യം നടക്കുകയില്ല. എത്ര നാള് പൊള്ളണോ പൊള്ളി, അത് കഴിഞ്ഞിട്ടേ മാറുള്ളൂ. നോക്കിയപ്പം 500 ടൺ 300 ടണ്ണായി. വലിപ്പം ഒന്ന് കുറഞ്ഞു.
മറ്റേതാണെങ്കിൽ വലിപ്പമുള്ളിടത്തേ ഇരിക്കുകയുള്ളായിരുന്നു, വലിപ്പം ഒന്ന് കുറഞ്ഞു. അത് കഴിഞ്ഞ് 300 ടൺ പിന്നെയും കയറി 100 ടണ്ണായി, പിന്നെ 10 ടണ്ണായി, 1 ടണ്ണായി, 500 100 ടണ്ണായി. പിന്നെ നോക്കിയപ്പം 1 കിലോ ആയി. 500 ടണ്ണിൽ നിന്ന് ഇപ്പം എത്ര ആയി? 1 കിലോ ആയി. പലരും ചിന്തിക്കുന്നത് ആത്മീയമായി മുൻപോട്ട് പോകുമ്പോൾ വലുതായി വലുതായി പോകുന്നു. അങ്ങനെ അല്ലവേ അല്ല, ചെറുതായി ചെറുതായി ചെറുതായി. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, അവനോ വളരട്ടെ ഞാനോ കുറയട്ടെ. അങ്ങനെ ചെറുതായി വന്നു. ഒടുവിൽ 500 ഗ്രാമായി. 20 ഗ്രാം ആയപ്പോൾ അകത്തെ പൊന്ന് കുറച്ചൊക്കെ എന്തായി ഒന്ന് കാണാൻ തുടങ്ങി. ഒടുവിൽ മുകളിലോട്ട് കൊണ്ടുവന്ന 10 ഗ്രാം സ്വർണമേ കൊണ്ടുപോകത്തുള്ളൂ. ഹല്ലേലൂയ. അതുപോലെ പ്രിയമുള്ളവരെ, നമ്മിലുള്ളതായ മാനുഷിക സ്വഭാവങ്ങൾ ഓരോന്നോരോന്നായി മാറ്റുവാൻ എത്ര തീച്ചൂള നമുക്ക് ആവശ്യമാണ്. അവനോട് തേജസ്കരിക്കപ്പെടേണ്ടത് നാം അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. നാം തേജസ്കരിക്കപ്പെടണമെങ്കിൽ കഷ്ടം അനുഭവിക്കാതെ സാധിക്കയില്ല. അത് നമ്മുടെ തിന്മയ്ക്ക് വേണ്ടി അല്ല, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. ഓരോ കഷ്ടങ്ങൾ വരുമ്പോഴും നമ്മിലുള്ള സ്വയം കുറേശ്ശെ 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 അങ്ങ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നാം കർത്താവിൽ സന്തോഷിക്കേണ്ടത്. എന്നാൽ ഈ കഷ്ടം വരുമ്പോൾ നമ്മൾ കുറുക്കുവഴി നോക്കുകയാണെങ്കിൽ ദൈവത്തിന് വേറെ പരിപാടിയുണ്ട്. എസെക്കിയേൽ പറയുന്ന 22:18 മുതൽ 22 വരെ വായിച്ചാട്ട്. എസെക്കിയേൽ 22:18 മുതൽ 22. एसेकियल नबी की किताब 22वां अध्याय 18 से 22 तक. एसेकियल नबी का 22 का 18 से 22 तक. മനുഷ്യപുത്ര, ഇസ്രായേൽ ഗ്രഹം എനിക്ക് കിട്ടമായി തീർന്നിരിക്കുന്നു. അവരെല്ലാവരും ഉലയുടെ നടുവിൽ താമ്രവും വെളുത്തിയവും ഇരുമ്പും കറുത്തിയവും തന്നെ. അവർ വെള്ളിയുടെ കിട്ടമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളെല്ലാവരും കിട്ടമായി തീർന്നിരിക്കൊണ്ട് ഞാൻ നിങ്ങളെ യെരുശലേമിന്റെ നടുവിൽ കൂട്ടും. വെള്ളിയും താമ്രവും ഇരുമ്പും കറുത്തിയവും വെളുത്തിയവും ഉലയുടെ നടുവിൽ ഇട്ട് തീ ഉരുക്കുന്നത് പോലെ ഞാൻ എന്റെ കോപത്തിലും എന്റെ ക്രോധത്തിലും നിങ്ങളെയും കൂട്ടി ഉരുക്കും. ഞാൻ നിങ്ങളെ കൂട്ടി എന്റെ ക്രോധാഗ്നിയെ നിങ്ങളുടെ മേൽ ഊതും. അങ്ങനെ നിങ്ങൾ അതിന്റെ നടുവിൽ ഉരുകിപ്പോകും. ഉലയുടെ നടുവിൽ വെള്ളി ഉരുകിപ്പോകുന്നത് പോലെ നിങ്ങൾ അതിന്റെ നടുവിൽ ഉരുകിപ്പോകും. യഹോവയായ ഞാൻ എന്റെ ക്രോധം നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും. ഇവിടെ ഇസ്രായേൽ മക്കളെ കുറിച്ച് ദൈവം ആഗ്രഹിച്ചത് അവർ ഏറ്റവും വിലയേറിയ തങ്കമായിരിക്കണം. എന്നാൽ അവർ വേർപാട് നഷ്ടപ്പെടുത്തി ഉപദേശത്തിൽ നിന്ന് പിന്മാറി കുറേശ്ശെ കുറേശ്ശെ അവർ മാറി ആ സ്വർണത്തിന്റെ ലെവലിൽ നിന്ന് മാറി ഇരുമ്പും ചെമ്പുമായി തീർന്നു. കർത്താവ് പറയുന്നത് എന്താണ്? ഞാൻ നിങ്ങളെ ഉരുക്കും. ഈ ഈയം ഉരുക്കാൻ 120 ഡിഗ്രി ചൂടുണ്ടെങ്കിൽ ഈയം ഉരുക്കും. ഈ പാത്രമൊക്കെ പൂശുന്നതായ ആ ഈയം, വെളുത്തീയം 120 ഡിഗ്രി ഉണ്ടെങ്കിൽ, ഇരുമ്പിനാണെങ്കിൽ 2500 ഡിഗ്രി ചൂട് വേണം. അപ്പൊ നമ്മുടെ ചൂട് കൂടുന്നത് നമ്മുടെ കടുപ്പമനുസരിച്ചാ. ഞാൻ പറഞ്ഞ മനസ്സിലായി. നമ്മൾ എത്ര ഹൃദയ കാഠിന്യമുള്ളവരോ അതിനനുസരിച്ച് ദൈവം എന്ത് ചെയ്യും? ശ്രദ്ധിച്ചോണേ, ദൈവമക്കളാകുന്ന നമ്മളെ എല്ലാവരെയും ഉരുക്കാൻ ദൈവം തീരുമാനിച്ചിരിക്കുക. മകനെ മകളെ, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു. നീ സുബോധത്തോടെ പ്രാർത്ഥിച്ച്, കർത്താവ് എനിക്ക് ലോകം വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് നീ മതി. കർത്താവ് ശരി, നീ പറഞ്ഞില്ലയോ ലോകവും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് നിന്നെ മാത്രം മതി എന്ന് പറഞ്ഞ് അപ്പൊ കർത്താവിനോട് പറഞ്ഞു. കർത്താവ് അതെല്ലാം കേട്ടു. നല്ലപോലെ എന്റെ മകൻ നല്ലപോലെ പ്രാർത്ഥിച്ച് സുബോധത്തോടെ പ്രാർത്ഥിച്ചിരിക്കുകയാണ്, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. എനിക്ക് ലോകം വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് നീ മാത്രം മതി. ആ പ്രാർത്ഥന അവിടെ കിടപ്പുണ്ട്, ആ സമർപ്പണം അവിടെ കിടപ്പുണ്ട്. പെട്ടെന്ന് ദൈവം തുടങ്ങത്തില്ല. കുറേശ്ശെ 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 തുടങ്ങി അവൻ നമ്മളെ ശരിയാക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ പരിപാടിയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാനായി അനുഗ്രഹം അതുപോലെ ഭൗതിക നന്മകൾ പ്രസംഗിച്ച് നടക്കുന്നത്. കാരണം അവർക്ക് ആ വചനത്തിന്റെ ആഴം മനസ്സിലായില്ല.
അവരുടെ ചിന്ത എന്ന ദൈവത്തിന്റെ മക്കൾ കഷ്ടപ്പെടണോ? ദൈവത്തിന്റെ മക്കൾ കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ട്. അവർ അനുഗ്രഹിക്കപ്പെട്ട് നടന്നാ പോരായോ? ചിലർ പറഞ്ഞു ഇത് പുതിയ വെളിപ്പാടാണ്. ഞങ്ങളുടെ അവിടെ വർക്കേഴ്സ് ഇപ്പോഴല്ലോ 10-20 വർഷം മുൻപ് വേലക്കാരുടെ എല്ലാം കൂടെ യോഗങ്ങൾ വെച്ചിരുന്നു. അപ്പം മറ്റുള്ള സംഘടനയിലുള്ള വേലക്കാരെല്ലാം കൂടെ വന്നിരുന്നു. അമേരിക്കയിൽ നിന്ന് ഒരു സായിപ്പന്മാരുടെ ടീം വേറൊരു എനിക്കറിയാവുന്ന ഒരു ആൾ പറഞ്ഞയച്ചതാണ്. അവർ പറഞ്ഞു ഇവർ നല്ലപോലെ വചനം പ്രസംഗിക്കുന്നവരാണ്, നിങ്ങളുടെ അവിടെ വന്ന് ഒരു പ്രാവശ്യം പ്രസംഗിക്കാൻ അവസരം കൊടുക്കണം. അപ്പോൾ അവർക്ക് ഇന്ത്യയിൽ പല പ്രോഗ്രാമുണ്ട്. അപ്പം ഞങ്ങളുടെ അവിടെ വന്നു. ഒരു 10-12 പേരുണ്ട്. അപ്പോൾ 10,000-1,500 വേലക്കാരെല്ലാം കൂടി ഇരിക്കുകയാണ് ജമ്മുവിൽ. അപ്പോൾ ആദ്യത്തെ ദിവസം ആ കർത്താവിൻ്റെ ദാസൻ അവരുടെ ലീഡറായിരിക്കുന്ന പുള്ളിക്കാരൻ കയറി പ്രസംഗിക്കാൻ തുടങ്ങി. നിങ്ങളെല്ലാവരും പാവപ്പെട്ടവരായിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് വളരെ വിഷമം തോന്നുന്നു. നിങ്ങളെല്ലാം താഴെ ഇരിക്കുകയാണല്ലോ. നിങ്ങളുടെ ആഹാരസ്ഥിതിയൊക്കെ കണ്ടിട്ട് അയ്യോ ഇവരിത്ര പാവപ്പെട്ടവരായിട്ടുണ്ട്. ദൈവം നിങ്ങളുടെ ഈ സ്ഥിതിയെല്ലാം മാറ്റി അനുഗ്രഹിക്കാൻ പോവുകയാണ്. നിങ്ങളിങ്ങനെ പാവപ്പെട്ടിരിക്കുന്നത് അനുഗ്രഹത്തിൻ്റെതാണ്. ഞാൻ അന്നേരം ഒരു സ്ലിപ്പ് എഴുതി കൊടുത്തു അദ്ദേഹത്തോട്. പിന്നെ ഇതല്ല ഇവിടെ പ്രസംഗിക്കേണ്ടതെന്ന് പറഞ്ഞ് ഉടനെ അദ്ദേഹം എന്നെ തിരിഞ്ഞു നോക്കി പറയാണ്, ഇതാണ് പുതിയ റെവലേഷൻ, ഇതാണ് പുതിയ വെളിപ്പാട്. ഈ പുതിയ വെളിപ്പാട് ഇതാണ്. നിങ്ങൾക്ക് ഈ വെളിപ്പാട് കിട്ടാഞ്ഞത് കൊണ്ടാണ് ഇന്ത്യയിലുള്ളവരെല്ലാം പാവപ്പെട്ടവരായിരിക്കുക, വിശ്വാസികളെല്ലാം പാവപ്പെട്ടവരായിരിക്കുക. ഞാൻ സ്റ്റേജിൽ ചെന്ന് പറഞ്ഞു, പ്ലീസ് ഗോ ആൻഡ് സിറ്റ് ഡൗൺ. എൻ്റെ അത്രയും പ്രായമുള്ള ആളാണ്, എന്നെക്കാളും ഒരു വയസ്സുകൂടെ കൂടുതലുണ്ട് അദ്ദേഹത്തിന്. ഞാൻ പറഞ്ഞു പ്ലീസ് ഗോ ആൻഡ് സിറ്റ് ആൻഡ് വി ഡോണ്ട് വാണ്ട് യുവർ റെവലേഷൻ, വി വാണ്ട് ദ വേർഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോയി ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു, ഞാൻ മൈക്കിങ് മേടിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ വചനം പഠിപ്പിക്കാൻ തുടങ്ങി. അവിടെ ഇരിക്കുന്ന വിശ്വാസികളിൽ 95% യേശുക്രിസ്തുവിൽ വിശ്വസിച്ചതിനാൽ വലിയ വില കൊടുത്തവരാണ്. അവരിൽ പലരും നല്ല വീടുകളിൽ താമസിച്ചൊരു വീട് വിടേണ്ടതായിട്ട് വന്നു. അവർ നല്ല ജോലി വിടേണ്ടതായിട്ട് വന്നു. എത്രമാത്രം കഷ്ടങ്ങൾ സഹിച്ച് യേശുവിന് വേണ്ടി ഇപ്പോഴും നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. വല്ല ജോലി, എത്ര കർത്താവിന് വേണ്ടി വില കൊടുത്തവർ അല്ലാതെ കർത്താവിൽ വന്നതിന് ശേഷം ഭൗതികമായി നന്മ കിട്ടിയവരെന്ന് പറയുന്നത് 10,000-ലും കാണാൻ ഒന്നോ വല്ല ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കൂടുതൽ പേര് ഞങ്ങളുടെ കൂടെയുള്ള വിശ്വാസികളിൽ കൂടുതൽ പേരും അവർക്കുള്ളതിൽ മുക്കാലും നഷ്ടപ്പെടുത്തിയവരാണ്. കർത്താവിന് വേണ്ടി നഷ്ടപ്പെടുത്തിയവരാണ്. കർത്താവിന് വേണ്ടി, അല്ലാതെ വാങ്ങിക്കൂട്ടിയവരല്ല. അവർക്കതിൽ കിട്ടിയ സന്തോഷത്തോടുകൂടെ ഒടുവിൽ ആ പ്രാസംഗികൻ്റെ ഞാൻ പിന്നെ ഇംഗ്ലീഷിൽ തന്നെ പ്രസംഗിച്ചു. നിങ്ങൾ ഒരു ക്ലാസ്സിനും പ്രസംഗിക്കില്ല. 3 ദിവസം ഞങ്ങളോട് താമസിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ മാനസാന്തരപ്പെട്ടിട്ട് പോവുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു ഞങ്ങളെ ഇതുവരെ ഞങ്ങളിങ്ങനെ ആരും പഠിപ്പിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരു ക്ലാസ്സിൽ അവരെ പഠിപ്പിക്കാൻ അനുവദിച്ചില്ല. ഞാൻ പറഞ്ഞത് കർത്താവിന് വേണ്ടി വില കൊടുക്കുക. ഇപ്പം തന്നെ ഇന്നലെ രാത്രിയിലും എനിക്ക് ഫോൺ വന്നു, ശ്രീനഗറിൽ നിന്ന് ഫോൺ വന്നു. കർത്താവിൻ്റെ ദാസന്മാർ മുസ്ലിങ്ങളിൽ നിന്നവർ വളരെ കഷ്ടത്തിൽ കൂടെ പോവുകയാണ്. ഞാൻ പാലായിൽ നിന്ന് അവിടെ നിന്ന് അയച്ചു കൊടുത്ത അല്പം പണം കൊണ്ട് അവരുടെ കാര്യങ്ങൾ ചിലതൊക്കെ നടക്കും. എന്നാൽ ഞാൻ പറഞ്ഞത് ആദ്യമേ ഗുലാം റസൂലിൻ്റെ വീട്, അദ്ദേഹം അവരുടെ വീട്ടിൽ ഭാര്യയും ഭർത്താവിനും ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം അപ്പനും ജ്യേഷ്ഠന്മാരും മറ്റവരും കൂടെ വന്നാണ് ആ വീടിൻ്റെ കഥകളെല്ലാം തല്ലിപ്പൊളിച്ച് ജനലെല്ലാം തല്ലിപ്പൊളിച്ചത്. ഭയങ്കര തണുപ്പ്. അപ്പോൾ എങ്ങനെയാണ് അവരുടെ ബാത്റൂമിൽ കൂടെ പോയി ബാത്റൂമിൻ്റെ കഥവ് ഇളക്കി കളഞ്ഞവർ എല്ലാം. ഒരു കൊമോഡുണ്ടായിരുന്നു, കൊമോഡും തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞു. അപ്പോൾ ഞാൻ അല്പം പണം അയച്ചു കൊടുത്തത് പാലായിൽ നിന്ന് ഗുരുദാസ്പൂരിൽ കൂടെ അല്പം പണം അയച്ചു കൊടുത്തു. വെള്ളിയാഴ്ച അവർക്ക് പണം കിട്ടി. ശനിയാഴ്ചയൊക്കെ ഞാൻ വിചാരിച്ച ഈ ഭയങ്കര തണുപ്പാണ്, മഞ്ഞ് വീടുകൊണ്ടിരിക്കുക. ജനലിലല്ലെങ്കിൽ 3 കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് പ്രായം കുറഞ്ഞ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവർക്ക് തണുത്ത കഥ ജനൽ ഫിറ്റ് ചെയ്യാനായിട്ട് വെള്ളിയാഴ്ച അവർക്ക് വന്ന് ശനിയാഴ്ച അവർ രാവിലെ തുടങ്ങിയപ്പോൾ വീണ്ടും അവരെല്ലാം കൂടെ വന്ന് ആ കഥവ് മാത്രമല്ല വീട് മുഴുവൻ കൊത്തി പൊളിച്ച് ആ ഭിത്തി മുഴുവൻ അങ്ങ് ലെവലാക്കിക്കൊണ്ടിരുന്നപ്പോൾ അവരോടി രക്ഷപ്പെട്ടു, ഭാര്യയും ഭർത്താവും 3 കുഞ്ഞുങ്ങളും. അപ്പോൾ കർത്താവായ യേശുവിൻ്റെ പിന്നാലെ വന്നപ്പോൾ അവർക്ക് എന്താ കിട്ടിയത്? ഉണ്ടായിരുന്ന വീട് പോലും സ്വന്തക്കാരായവർ ഇത് ചെയ്തു. അവരോട് ചെന്ന് പറയുക യേശുവിൻ്റെ പിന്നാലെ വന്നാൽ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? യേശുവിനെ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? എങ്ങനെ അവർക്ക് അനുഭവിക്കാൻ ഒക്കും? നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും. യേശുവിൽ വിശ്വസിച്ചതിനാലാണ് ഇത്രയും
നഷ്ടമുണ്ടായത്. ഇന്നലെ രാത്രി എനിക്ക് ഫോൺ വന്നു, ഞാൻ അയച്ചു കൊടുത്ത പണത്തിന് അല്പം കൊണ്ട്, കാരണം അവിടെ ജോലിയും കിട്ടുന്നില്ല. അതുപോലെ ആയൂബ് ഖാൻ, മുഹമ്മദ് ആയൂബ് ഖാൻ, നല്ല പഠിപ്പുള്ളവനും കണ്ടാൽ നല്ല ആരോഗ്യമുള്ളവനും, ഭാര്യയുണ്ട്, നല്ല ജോലിയായിരുന്നു. ക്രിസ്ത്യാനിയായി എന്നുള്ളൊരു അവർക്കൊരു അതിൻ്റെ ഒരു ചെറിയൊരു അറിവ് കിട്ടിയതോടുകൂടെ വിട്ടു. ഇപ്പം ബസ് സ്റ്റാൻഡിൽ ചുമട് ചുമ്മുക, നല്ല പടിയുള്ള. നീ ചുമടെന്ന് പറഞ്ഞാൽ ബസ്സിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുമ്പോൾ അത് തലയിൽ വഹിച്ചുകൊണ്ട് പോകാൻ. അവന് കനം കുറഞ്ഞ, നല്ല നീളമുണ്ട്, വണ്ണം കുറവാ, അപ്പൊ തലയിൽ വെയിറ്റ് എടുക്കാൻ. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഈ തലയിൽ ചുമട് ചുമ്മാൻ അവൻ എന്ത് ചെയ്യണം? കുർബ കൊടുക്കണം എന്ന് പറഞ്ഞു. ഇന്നലെ പറഞ്ഞു അവര് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നെന്ന് പറയുവാനിടയായി. അതുപോലെ നൗഷേരായി ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ പറഞ്ഞു. അപ്പൊ ഇന്നും അവിടുത്തെ അന്തരീക്ഷം വളരെ ചൂടായിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം 8 ദിവസം അവർ വനത്തിലാണ് പാർത്തത്. കർത്താവിൽ വിശ്വസിക്കുന്ന വനത്തിൽ പാർക്കേണ്ടതായിട്ട് വന്നു. ഇവിടെ കേരളത്തിൽ ഈ ആരാധന തുടങ്ങിയപ്പോൾ എന്റെ അപ്പച്ചനെ, എന്റെ വലിയപ്പച്ചനെയൊക്കെ കുര്യന്നൂരിൽ നിന്ന് അവർ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. പരപ്പഴ കുടുംബക്കാരായിരുന്നു. അവർ പറയും, നിങ്ങളത് എന്റെ വലിയപ്പച്ചൻ്റെ അനുജനും കൂടെ കരിങ്കുറ്റിക്കൽ പോയി വനം വെട്ടി അന്ന് കാട്ടുവനം വെട്ടി അവിടെ താമസിക്കാൻ തുടങ്ങി. അവരുടെ മക്കളാണ് ഞങ്ങൾ. അന്ന് പരപ്പഴ കുടുംബത്തിൽ അവർക്കുണ്ടായിരുന്ന സകലതും അവരെടുത്ത് ഒന്നും കിട്ടായിരുന്നപ്പോൾ കുര്യന്നൂരിൽ നിന്ന് അവരവിടെ പോയി കരിങ്കുറ്റിക്കൽ പോയി വല വെട്ടി തിരിച്ച് പിന്നെ കർത്താവ് അവിടെ ഉയർത്തുവാനിടയായി. ആദിമകാലത്ത് പെന്തക്കോസ്തിന്റെ അനുഭവത്തിലേക്ക് വന്നവരെല്ലാവരും വില കൊടുത്തവരാണ്, അല്ലാതെ വാങ്ങിയവരല്ല. അതുകൊണ്ടാണ് അവർ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചു. അപ്പോൾ പ്രിയമുള്ളവരെ, ഇത് മാത്രമാണ് മാർഗം, വേറെ മാർഗം ഇല്ലവേ ഇല്ല. സിയോനിൽ പുതിയ യെരൂശലേമിലേക്ക് പോകാനുള്ള മാർഗം ഇത് മാത്രമേ ഉള്ളൂ. നമ്മളെ ശുദ്ധീകരിക്കുന്നത് യേശുവിന്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കുന്നു. പരിശുദ്ധാത്മാവാകുന്ന അഗ്നി നമ്മളെ ശുദ്ധീകരിക്കുന്നു. ദൈവത്തിന്റെ വചനം നമ്മളെ ശുദ്ധീകരിക്കുന്നു. അതോടുകൂടെ നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ് കഷ്ടങ്ങളുടെ തീച്ചൂള. കഷ്ടങ്ങളുടെ തീച്ചൂള നമ്മൾക്ക് എന്തിനു വേണ്ടിയാണ്? നമ്മെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി. എന്നാൽ നമ്മളെ ശുദ്ധീകരിക്കുന്ന ദൈവം നമ്മെ എവിടെയാ വെച്ചിരിക്കുന്നത് നിങ്ങളൊന്ന് ഓർക്കണേ. യോഹന്നാന്റെ സുവിശേഷം 10:27 മുതൽ 29 വരെ വായിച്ചാട്ട്. യോഹന്നാൻ 10:27 മുതൽ 29 വരെ. ജോൺ ചാപ്റ്റർ 10 verse 27 to 29. यूहन्ना 10 का 27 से लेकर 29 तक. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അവ ഒരു നാളും നശിച്ചു പോകയില്ല. ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയുകയില്ല. പ്രിയമുള്ളവരെ, നാം എത്ര സുരക്ഷിതരാണ്. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ കർത്താവ് പറയുന്നു, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യല, പിടിച്ചു പറിക്കില്ല. അപ്പൊ നമ്മളെ എവിടെ വെച്ചിരിക്കുക? കർത്താവിന്റെ കയ്യിൽ വെച്ചിരിക്കുക. അതുകൂടാതെ പിതാവിന്റെ കൈ. അപ്പോൾ നാം ഇരിക്കുന്നത് 2 കൈക്കുള്ളിലാണ്. നിങ്ങൾ ഇങ്ങോട്ട് നോക്കുന്നോ? ശ്രദ്ധിച്ചാട്ട്. 1 കർത്താവിന്റെ, 2 പിതാവിന്റെ. ഈ 2 കൈക്കുള്ളിലാണ് നമ്മെ വെച്ചിരിക്കുന്നത്. ഇനി യെശയ്യാവ് 63:9 കൂടെ വായിച്ചാട്ട്. യെശയ്യാവ് 63:9. അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു. അവന്റെ സമ്മുഖദൂതൻ അവരെ രക്ഷിച്ചു. തന്റെ സ്നേഹത്തിലും കനിവിലും അവൻ അവരെ വീണ്ടെടുത്തു. പുരാതന കാലത്തൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു. ശ്രദ്ധിച്ചാട്ട്. കഷ്ടതയാകുന്ന തീച്ചൂളയാണിത്. ഈ ഗ്ലാസ് കഷ്ടതയാകുന്ന തീച്ചൂള. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാകുള്ളൂ. കഷ്ടതയാകുന്ന തീച്ചൂള. ഈ തീച്ചുളയ്ക്കകത്ത് നമ്മളെ നേരിട്ട് അങ്ങ് ഇടുകയല്ല കർത്താവ്. ആ തീച്ചുളയ്ക്കകത്ത് വെക്കുമ്പോൾ 2 കരങ്ങളിൽ കൂടാണ് ആ തീച്ചുളയ്ക്കകത്തോട് വെക്കുന്നത്. അപ്പോൾ ആ തീച്ചുളയുടെ ചൂട് ആദ്യം വരുന്നത് ആരുടെ കയ്യിലാണ്?
നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ പിതാവിന്റെ കൈയിലാണ് ആ ചൂട് വരുന്നത്. അതിനുശേഷം സഹിക്കാവുന്നത് മാത്രമേ നമ്മൾക്ക് വരുന്നുള്ളൂ. ഞാൻ എത്ര കഷ്ടങ്ങൾ സഹിച്ചവനാണ്. എത്ര പ്രാവശ്യം കർത്താവിന് വേണ്ടി പട്ടിണി കിടക്കുവാൻ കർത്താവ് ഭാഗ്യം തന്നു. എത്ര പ്രാവശ്യം, 16 പ്രാവശ്യം ദയയില്ലാതെ അടിയുണ്ട്. സാധാരണ ഉന്തിത്തൊള്ളും അടിയൊക്കെ എണ്ണാൻ കഴിയില്ല എത്ര പ്രാവശ്യം. ഈ കാര്യമായി അടിച്ചത് 16 പ്രാവശ്യം എനിക്ക് ഓർമ്മയുണ്ട്, അടിച്ച് ശരിയാക്കിയത്. അതുപോലെ എത്ര രോഗങ്ങൾ വന്നു, എന്തെല്ലാം വന്നു. അപ്പോഴെല്ലാം ഞാൻ എവിടെ ആയിരുന്നു? അവന്റെ കയ്യിലായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. എന്റെ കഷ്ടങ്ങളിലൊക്കെയും, ഇസ്രായേലിന്റെ കഷ്ടങ്ങളിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു. പ്രിയ സഹോദര സഹോദരി, നിന്നെ അവനെ പോലെ ആക്കാൻ തീച്ചൂളയിൽ ഇടുമ്പോൾ നീ ഓർക്കണം, സാത്താന്റെ കയ്യിലല്ല, യേശുവിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ചൂടുവെള്ളം കുളിക്കാനായി എടുത്തു കൊടുക്കുമ്പോൾ ചൂടുവെള്ളം വെക്കുകയാണെങ്കിൽ അമ്മമാരെന്ത് ചെയ്യും? ആ ചൂടുവെള്ളം ഒന്ന് കൈയിട്ട് നോക്കും, ഈ ചൂട് കൂടുതലാണോ കുറവാണോ നോക്കുകയല്ലേ? അതുപോലെ നമ്മുടെ മേൽ വരുന്ന ചൂട് എത്ര കൂടിയാലും എൻ്റെ മകൻ ഇത് സഹിക്കാൻ കഴിയുമോ, എൻ്റെ മകൾക്കിത് സഹിക്കാൻ കഴിയുമോ എന്ന് പരിശോധിച്ചറിഞ്ഞിട്ടാണ് ഞാൻ സത്യം 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 നിങ്ങളോട് പറയുന്നു. എൻ്റെ അനുഭവത്തിൽ ഓരോ കാര്യങ്ങൾ അങ്ങോട്ട് പറയാൻ തുടങ്ങിയാൽ എന്തുമാത്രം പറയാനുണ്ട്. എന്നാൽ അതിലെല്ലാം, എൻ്റെ കഷ്ടങ്ങളിലെല്ലാം എൻ്റെ കിട്ടം അവന്റെ കയ്യിലിരുന്നാ പുറത്തോട്ടിറങ്ങുന്നത്. എന്റെ അശുദ്ധമായ കിട്ടം ഇരിക്കുമ്പോൾ അവനെ എങ്ങനെയാ അവന്റെ കയ്യിൽ വെക്കുന്നത്? അവന്റെ കൃപ കൊണ്ട് മൂടി വെച്ചിരിക്കുക. അത് വിശുദ്ധ കയ്യാ. അപ്പോൾ എന്റെ കിട്ടമാകുന്ന വൃത്തികേടെല്ലാം അവന്റെ കയ്യിൽ വെച്ചുകൂടാണ് ഉരുകി എങ്ങോട്ട് പോകുന്നത്? താഴോട്ട് പോകുന്നത്. ഹല്ലേലൂയ. ഇത്ര സ്നേഹമുള്ള പിതാവാണ് നമുക്കുള്ളത്. ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ട് പറയുകയാണ്, ഇത്ര സ്നേഹിക്കുന്ന ദൈവം. അപ്പോൾ നമ്മൾക്കുണ്ടാകുന്നുണ്ട്, കർത്താവേ നീ ചൂടറിയുന്നില്ലയോ, ചൂടറിയുന്നില്ലയോ? ഉദാഹരണമായി നിങ്ങൾക്ക് ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ വിളിച്ചില്ല, ദൈവമേ നീ ഞങ്ങളുടെ മേൽ വരണമേ. തീച്ചൂളയിൽ നടക്കാൻ അവൻ ഒരു ചിന്തിച്ചാൽ അവർ ചിന്തിച്ചത് ഞങ്ങളുടെ ദൈവത്തിന് നിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ കഴിയും, നെബൂഖദ്നേസരെ നിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ ഞങ്ങളുടെ ദൈവത്തിന് കഴിയും എന്നേ അവർ പറഞ്ഞുള്ളൂ. എന്നാൽ വിടുവിക്കാനല്ല, അവിടെ തീച്ചൂളയിൽ നടക്കാനാ കർത്താവ് വന്നത്. സ്തോത്രം, സ്തോത്രം. തീച്ചൂളയിൽ ഇറങ്ങി നടക്കുക തന്റെ മക്കളെ വിട്ടിട്ട് അവൻ. അതുകൊണ്ടാണ് ഓരൻ ആടുകൾക്ക് മുൻപേ പോകുന്നു. ഹല്ലേലൂയ. നമ്മുടെ മുൻപേ ഉള്ളതായ ദുഷ്ടമൃഗങ്ങളെല്ലാം അടിച്ചോടിച്ചിട്ടാണ് നാം അവന്റെ പുറകെ പോകുന്നത്. കാരണം ചൈനയിലും ഫിലിപ്പീൻസിലും അതുപോലെ നേപ്പാളിലൊക്കെ ഞാൻ കർത്താവിന്റെ നേപ്പാളിലൊക്കെ വേല ചെയ്തത് ആദ്യമകാല രാജാവിന്റെ കാലത്ത് പകൽ മുഴുവനും ഞാൻ തോട്ടങ്ങളിൽ ഒളിച്ചിരിക്കും. വാഴത്തോട്ടത്തിലും അതുപോലെ മുളയുടെയും ഒക്കെ ഒളിച്ചിരിക്കും. രാത്രിയിലാണ് ഓരോ വീടുകളിൽ പോയി കർത്താവിന്റെ വചനം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴത്രയും പ്രയാസമില്ല. ഇപ്പോൾ നമുക്ക് കർത്താവ് ധാരാളം സമയം, രാജാവിന്റെ കാലം കഴിഞ്ഞു, ഇപ്പോൾ ഗവൺമെന്റ് വന്നു കഴിഞ്ഞപ്പോൾ. അതിനു മുൻപ് സ്നാനപ്പെടുത്തിയാൽ 16 വർഷം തടവ്, സ്നാനപ്പെടുന്നവർക്ക് 6 വർഷം തടവ്. എന്നെ പല പ്രാവശ്യം പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, എന്നാൽ ഓടി രക്ഷപ്പെടുകയും കർത്താൽപരമായി അതെല്ലാം വിവരിക്കാൻ സമയമില്ല. എത്ര പ്രാവശ്യം ഇത്ര കഠിനമായ അവസ്ഥയിലായപ്പോഴും എല്ലാം അവന്റെ കരം നമ്മളെ സൂക്ഷിക്കുന്നു, മറയ്ക്കുന്നു. അപ്പോൾ പ്രിയ ദൈവമക്കളെ, ഞാൻ ഒരു സംഭവം നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി പറയട്ടെ. നേപ്പാളിലെ ഒരു സംഭവം. ഒരു പ്രാവശ്യം നേപ്പാളിൽ പോയി ഞാൻ അവിടെ കുറച്ച് 2-3 ആഴ്ച താമസിച്ച് 22 പേരെ സ്നാനപ്പെടുത്തി. ഓരോരുത്തരെയാണ് നദിയിൽ സ്നാനപ്പെടുത്തുന്നത്. അപ്പോൾ ഞങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ, അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് രാജാവിന്റെ കാലത്താണ് ഞങ്ങളുടെ 2-3-4 വിശ്വാസികളെ അവിടെ പോലീസിന്റെ അവിടെ ഈ വൃത്തിയാക്കാനും വെള്ളം കോരി കൊടുക്കാനും അങ്ങനെയുള്ള ഉദ്ദേശത്തിൽ നിർത്തി. അങ്ങനെ പോലീസുകാർക്ക് അങ്ങനെ ചെയ്തു കൊടുക്കുന്ന അവർക്ക് വലിയ കാര്യമാണ്. അപ്പം ഞങ്ങളങ്ങനെ വിശ്വാസികളെ അയച്ചത് പോലീസ് എങ്ങനെയാണ് നമ്മുടെ പിന്നാലെ വരുന്നതെന്നുള്ള അറിയാൻ വേണ്ടിയാണ് നമ്മുടെ വിശ്വാസികളെ ആക്കിയത്. അപ്പോൾ 22 പേര് സ്നാനപ്പെട്ടു.
നല്ല പ്രവർത്തനം. ഞാൻ 2-3 ആഴ്ചയെ അവിടെ താമസിച്ചു. പ്രവർത്തനം ഞാൻ തന്നെയുള്ളായിരുന്നു. നല്ല പ്രവർത്തനം നടന്നു. അപ്പോൾ പോലീസിന് മനസ്സിലായി ഞാൻ അവിടെ ഉണ്ട്, എന്നെ പിടിക്കാനായിട്ട് അവർ വരുന്നു അപ്പോൾ എന്നുള്ളതൊരു. അപ്പോൾ ഒരു കൂട്ടർ അവരെന്നെ പിടിക്കാനായിട്ട് വരുന്നുണ്ട്. കുതിരയുടെ പുറത്താണ് വരുന്നത്. ഒരു കൂട്ടർ മോട്ടോർ സൈക്കിളിൽ വരുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ അവിടെ സ്നാനമൊക്കെ കഴിഞ്ഞ് തിരുവത്താഴം നടത്തിയിട്ട് 2 വേലക്കാരുമായിട്ട് ഇറങ്ങി അവിടുന്ന് ഓടി റോഡിൽ വന്നു. ഇടയ്ക്ക് വഴിയിൽ കൂടെ ഓടിയാണ് റോഡിൽ വന്നത്. റോഡിൽ വന്നപ്പോൾ ഒരു ചെറിയൊരു മെറ്റഡോർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വാൻ കിട്ടി. കൂലിക്ക് ആളുകളെ കൊണ്ടുപോകുന്നതാണ്. അതിൽ കയറി ബിരറ്റ് നഗർ ബസ് സ്റ്റാൻഡിൽ വന്നപ്പോൾ അവിടെ പോലീസ് നിൽപ്പുണ്ട്. എന്നാൽ ഞാൻ പെട്ടെന്ന് ശബ്ദം ഉയർത്തി ആരെ വിളിക്കുന്ന രീതിയിൽ പറഞ്ഞാനിഞ്ഞു വന്നു. അവിടുന്ന് ബിരറ്റ് നഗറിൽ വലിയ ബസ് സ്റ്റാൻഡ്, അവിടുന്ന് 2 കിലോമീറ്ററോളം ഉണ്ട്. 2.5 കിലോമീറ്റർ റിക്ഷയിൽ വന്നു. അവിടെ വന്നപ്പോഴും 2-3 പോലീസുകാർ അവിടെ ഉണ്ട്. അവിടുത്തെ പോലീസുകാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണിച്ചാൽ അറസ്റ്റാണ് അന്ന് രാജാവിൻ്റെ കാലത്ത്. ഇപ്പോഴ് അത്രയും ഇതില്ല. ഞാൻ വണ്ടിയിൽ കയറി ഇന്ത്യയുടെ ബോർഡറിലോട്ട് വരുന്ന കക്കടവിട്ടായിൽ വരുന്ന ബോർഡറിലോട്ട് വണ്ടിയിൽ കയറി അവിടെ ഇരുന്നു. വണ്ടിയിൽ കയറി ഡ്രൈവറുടെ പുറകിലിരുന്നു. വേറെ 3-4 അപ്പോൾ അവർ പറയുന്ന നേപ്പാളി ഭാഷ എനിക്കറിയാം. അവർ ഇന്ന് നേപ്പാളിയിൽ പറയുകയാണ്, ഇവൻ വന്ന് കാണുകയില്ല, അവനെ പിടിച്ചു കാണും എന്ന് പറയുകയാണ്. അപ്പം ഞാൻ ആ ഡ്രൈവറുടെ പുറകിലത്തെ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. 6-7 പേര് എന്നെ കൂടാതെ നമ്മുടെ നേപ്പാളി 2 സഹോദരന്മാരുണ്ട്. അവർ പുറകില്ല. അവരെല്ലാം കുത്തി ഇങ്ങനെയൊക്കെ വിട്ടിട്ട് അപ്പം ഈ ഇന്ത്യക്കാരെ കണ്ടാൽ പെട്ടെന്നറിയാം. ഇല്ല, വണ്ടി വിടുന്നതിന് മുമ്പേ അവരൊരു പ്രാവശ്യം കൂടെ ചെക്ക് ചെയ്തു. അപ്പോഴും ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. എന്നോടല്ലാതെ മറ്റെല്ലാവരോടും വന്നവർ ചോദിച്ചു, പോയി. അത് കഴിഞ്ഞ് വണ്ടി വിട്ടു. വണ്ടി വിട്ട് 8 കിലോമീറ്റർ വന്നു കഴിഞ്ഞപ്പോൾ പുറകെ ജീപ്പും മോട്ടോർ സൈക്കിളും വന്ന് വണ്ടി നിർത്തിയിട്ട് ചീത്തയൊക്കെ പറഞ്ഞുകൊണ്ട് വണ്ടിക്കകത്ത് കയറി തൊഴിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. എന്നെ ഒഴിച്ച് ബാക്കിയുള്ളവരോടെല്ലാം ചോദ്യം ചെയ്തു. ഒടുവിൽ അവൻ വേറെ എവിടെയോ പോയതാണെന്ന് പറഞ്ഞങ്ങ് പോയി. ഞാൻ അതേ വണ്ടിയിൽ ഇപ്പോൾ ഞാൻ അവിടെ ചെന്നു, കക്കടവിട്ടായി ചെന്നു. അപ്പോൾ എന്നെ അന്വേഷിച്ച് ഞാൻ 10-12 ദിവസം 2-3 ആഴ്ചയല്ല വന്നില്ലല്ലോ എന്ത്. അപ്പോൾ ഒരു സഹോദരൻ, അദ്ദേഹം ക്യാപ്റ്റൻ ആയിരുന്ന ആളും ബെഹൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അന്വേഷിച്ച് അവിടെ വന്നു. ബിരറ്റ് നഗറിൽ അന്ന് വൈകിട്ട് വന്നപ്പോൾ എല്ലാ ഹോട്ടലും പരിശോധിക്കുക. ഹോട്ടലിൻ്റെ കീഴിൽ ഈ കട്ടിലിൻ്റെ കീഴിലും കയറി നോക്കുക അവിടെ എങ്ങനെ ഒളിച്ചിരിപ്പുണ്ടോ. ഞാൻ പറഞ്ഞത് നമ്മുടെ ദൈവം, ഞാൻ അങ്ങനെ ഒന്നല്ല എത്ര അനുഭവിച്ചിട്ടുണ്ട്. ചൈനയിൽ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട് എത്ര. അപ്പോൾ നമ്മുടെ ദൈവം തൻ്റെ കരങ്ങളിൽ വയ്ക്കുക, മറയ്ക്കുക എന്നുള്ളത് ഞാൻ എത്ര പ്രാവശ്യം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കഷ്ടങ്ങളിലും നമ്മുടെ പ്രയാസങ്ങളിലും നമ്മുടെ ദുഃഖങ്ങളിലും. അതുകൊണ്ട് നമ്മളെ ഒരുക്കുമ്പോൾ എവിടെയാണെന്ന് നിങ്ങൾ ഓർക്കണം. ഹല്ലേലൂയ, അവൻ്റെ കൈകളിൽ വെച്ചാണ് നമ്മളെ ഒരുക്കുന്നത്. ഹല്ലേലൂയ, നമ്മുടെ കിട്ടമെല്ലാം മാറ്റുന്നത് അവൻ്റെ കൈകളിൽ വെച്ചിട്ടാണ്. ഹല്ലേലൂയ, വേദന കൂടുമ്പോൾ അവനറിയാം എൻ്റെ കുഞ്ഞിന് വേദന കൂടുന്നു. കൃപ നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ മാത്രം മതി. നമ്മുടെ പിതാവ് ഇത്ര നല്ല പിതാവ്. സ്തോത്രം പറഞ്ഞുകൊണ്ട് ആ പിതാവിൻ്റെ കയ്യിൽ നാം ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ നമ്മളെ ഒന്നുപോലും കൂടുതൽ അവൻ മുറിച്ചു കളയുകയില്ല. ഞാൻ പറയും, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഒന്നിച്ച് പിടിച്ചു പറിക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. ഞാൻ അതിനെക്കുറിച്ച് ആഴമായി ചിന്തിച്ച് പഠിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ അവർക്ക് ഒരുപാട് പാവം മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പാവയും നിങ്ങൾ എടുത്ത് പിടിച്ചു പറിച്ച് മാറ്റത്തില്ല. ആദ്യം 1 മാറ്റി, പിന്നെ 2 മാറ്റി. കാരണം മകൻ എന്ത് ചെയ്യട്ടെ, പഠിത്തവും നടക്കട്ടെ, പാവയും കളിക്കട്ടെ. നമ്മൾ മനുഷ്യരായ നാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പിതാവാകുന്നവൻ, നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ കൂടെ കൊടുത്തവൻ, തന്നെത്താനെ നമുക്ക് വേണ്ടി തന്നവൻ, ഹല്ലേലൂയ, നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം അവൻ പിടിച്ചു പറിക്കുന്നവനല്ല. ഓരോന്നായി നമ്മൾക്ക് വേദനിപ്പിക്കാതെ മാറ്റുന്നവനാണ് ദൈവം എന്നുള്ളതിന് ഞാൻ അനുഭവത്തോടെ നിങ്ങളുടെ മുമ്പിൽ സാക്ഷിയായി നിൽക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ സമർപ്പണത്തിന്റെ ബലം കൊണ്ടല്ല ഞാൻ ഇവിടെ വരെ ആയത്. എൻ്റെ ആഗ്രഹം, എൻ്റെ സമർപ്പണം ഒരു വിലയില്ലാത്തതാണ്. എൻ്റെ സമർപ്പണത്തിനകത്ത് ഒരു ശക്തിയുമില്ല. എന്നാൽ എനിക്കൊരാഗ്രഹം,
എൻ്റെ കർത്താവേ, നീ എന്നെ പിടിച്ച് നടത്തണമേ എന്ന് കർത്താവിനോട് നാം ഏൽപ്പിച്ചു കൊടുത്ത് കഴിയുമ്പോഴാണ് നാം അങ്ങനെ അവന്റെ സന്നിധിയിൽ വളരുവാനിടയാകുന്നത്. എബ്രായ ലേഖനം 12-ാം അധ്യായം 6 മുതൽ 11 വരെ ഒന്ന് വായിച്ചാൽ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 6 മുതൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അതുകൊണ്ട് അവിടെ അധികം വിവരിച്ചു പോകാൻ സമയമെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എബ്രായ ലേഖനം 12-6 മുതൽ 11 വരെ ഒന്ന് വായിച്ചാൽ. ഹെബ്രൂ 12:6-11. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലടയന്മാരത്രേ. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. ഇവിടെ നാം വായിക്കുന്ന കർത്താവ് സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നു. അപ്പൊ നമ്മൾക്ക് തീച്ചൂള വരുന്നത് സ്നേഹത്തിന്റെ അടയാളമാണ്. അവരെന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എനിക്കിത് വരുന്നത്. ഇതറിയുന്നില്ലേ? നിങ്ങൾ പറയും ശാപമാണ്. ഞാൻ പറഞ്ഞല്ലോ, 2 Corinthians 5:17 വായിക്കുമ്പോൾ നാം ആരാണ്? പുതിയ വായിച്ചാൽ 2 Corinthians 5:17. 2 Corinthians 5:17, 2 Corinthians 5:17. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഇതാ സകലതും പുതുതായി തീർന്നിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശാപമെല്ലാം കഴിഞ്ഞു. അപ്പന്മാരുടെ ശാപമോ അപ്പനപ്പന്മാരുടെ ശാപമോ കുടുംബശാപമോ എല്ലാ ശാപവും കർത്താവായ യേശുക്രിസ്തു ക്രൂശിന്മേൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടവർ. അവൻ ശപിക്കപ്പെട്ടവൻ, അവൻ നമുക്ക് ശാപമായി തീർന്നതോടുകൂടെ നമ്മുടെ ശാപമെല്ലാം കഴിഞ്ഞു. നമ്മുടെ മേൽ ഒരു ശാപവുമില്ല. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ മേൽ ഒരു ശാപവുമില്ല. ആരെങ്കിലും നിങ്ങളുടെ മേൽ ശാപമുണ്ടെന്ന് പറഞ്ഞാൽ ആ കർത്താവിന്റെ ദാസനോട് പോയി വചനം 2 Corinthians 5:17 വായിച്ചേച്ച് വരാൻ പറയണം. ആരെങ്കിലും ശാപമുണ്ടോ എന്ന് പറയും, നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു ശാപമുണ്ട് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ അവരോട് കർത്താവിന്റെ ദാസനെ പോയി 2 Corinthians 5:17 ഒന്ന് വായിക്കുക. അതുപോലെ ഗലാത്യ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, അവൻ നമുക്ക് വേണ്ടി ശാപമായി തീർന്നതുകൊണ്ട് നമ്മുടെ ശാപം മാറി. അപ്പോൾ പിന്നെ നമ്മുടെ ശുദ്ധീകരണമുണ്ട്. അവ സ്നേഹിക്കുന്നവരെ കർത്താവ് എന്ത് ചെയ്യും? തീച്ചുളയിലയക്കും. പിന്നെ മക്കളെ, അതിൽ വരുന്ന മക്കളെ കർത്താവ് എന്ത് ചെയ്യും? ശിക്ഷിച്ച് വളർത്തും. നാം അവർക്ക് കീഴ്പ്പെട്ടിരിക്കണം. ഇപ്പൊ ഉദാഹരണമായി നിങ്ങളുടെ കുഞ്ഞിനെ പിടിച്ചു ഒന്ന് അടിക്കാനായിട്ട് പിടിച്ചപ്പോൾ കുഞ്ഞൊരൊറ്റ ഓട്ടം കൂടിയാൽ നിങ്ങൾ എന്ത് പറയും? കൈകൊട്ടുമോ? ഇല്ല, അവനെ ഓടിച്ചിട്ടടിക്കും. അതുപോലെ കർത്താവ് പിടിച്ചെടുത്ത് നിന്നില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യും? ഓടിച്ചിട്ടടിക്കും, ചൂട് കൂട്ടും. അതുകൊണ്ട് ആദ്യം പിടിക്കുന്നിടത്തങ്ങ് നിന്നോ. കർത്താവേ, ഇത് നന്മയ്ക്കായിട്ടാണ്, വേദനയുണ്ട്, കൃപ തരണം. എന്റെ ചില സ്വഭാവം മാറ്റാനായിട്ടാണ്, എനിക്ക് കൃപ തരണം. അത് രോഗത്തിലാണെങ്കിലും ഏതായാലും കർത്താവ് കൃപ തരും. അങ്ങനെ നിൽക്കണം. പിന്നെ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, അതിന്റെ 10-ാം വാക്യം വായിച്ചാണ്. 10-ാം വാക്യം, അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കണം. നമ്മുടെ വിശുദ്ധിയല്ല. ആരുടെ വിശുദ്ധി? ദൈവത്തിന്റെ വിശുദ്ധി. നാം ദൈവത്തിന്റെ സകല നിറവോളം നിറഞ്ഞു വരണമെങ്കിൽ നാം എന്ത് പ്രാപിക്കണം? ദൈവത്തിന്റെ വിശുദ്ധി പ്രാപിക്കണം. ദൈവത്തിന്റെ വിശുദ്ധി. അത് ഒറ്റയടിക്ക് ദൈവത്തിന്റെ വിശുദ്ധിയിൽ വരാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ പഴയ മനുഷ്യന്റെ സ്വഭാവങ്ങൾ ഓരോന്നോരോന്നായി മാറ്റി നമ്മുടെ കിട്ടമെല്ലാം ഇറങ്ങണം. ഞാൻ ഈ ഉലയിൽ വെച്ച് ഇതാക്കുന്ന തട്ടാന്മാരുടെ അടുക്കലിരുന്ന് കണ്ടിട്ടുണ്ട്.
ഞാൻ അവിടെ പോയിരുന്നത് മനസ്സിലാക്കാൻ. അപ്പോഴവര് ഉരുക്കുന്ന ഈ വെള്ളി ഉരുക്കുമ്പോൾ അതിനൊരു പാത്രത്തിലിട്ടിട്ട് അടിയിൽ ബ്ലോവർ വെച്ചിട്ട് ചൂടാക്കുന്നതിന് ആ വെള്ളി മുഴുവൻ അത് കിടന്ന് ഉരുകുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയായി ശുദ്ധമായ വെള്ളി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർ ഉരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർ നോക്കുന്നുണ്ടെങ്കിൽ മുഖം നല്ലപോലെ പ്രതിബിംബിക്കുകയാണെങ്കിൽ നല്ലപോലെ ഉരുകി. എന്നാൽ മുഖം നല്ലപോലെ തെളിഞ്ഞ് കാണുന്നില്ലെങ്കിൽ അവർ പറയും കുറച്ചുകൂടി ഉരുകാൻ ബാക്കിയുണ്ട്. അപ്പൊ കിട്ടമെല്ലാം എന്ത് ചെയ്യുക, അടിയിൽ വന്ന് തങ്ങുകയാണ്. പിന്നാണ് ആ പാത്രത്തിന്റെ വക്കിലൊരു ഇതുണ്ട്, അതിലൂടെ ഇങ്ങനെ ഒരു വക്കിൽ കൂടെ നമ്മൾ സാധാരണ പാലൊക്കെ ഒഴിക്കാനുള്ള പാത്രമുള്ളതുപോലെ അതിനൊരു വക്ക് പോലെ ഉണ്ട്. അതിൽ ഒഴിച്ച് നല്ല വെള്ളിയെ ഒഴിച്ച് വേറെ പാത്രത്തിലാക്കും. അപ്പം നമ്മളെ ഉരുക്കിക്കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്, തട്ടാൻ ഉരുക്കുന്ന ഉടനെ ഉരുക്കിയാൻ വെച്ചാൽ അവിടെ ഇവിടെയും പോവുകയല്ല, ഊതി ചൂട് കൂട്ടിക്കൊണ്ടിരിക്കും. അതോടുകൂടെ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, നോക്കിക്കൊണ്ടിരിക്കുക, എൻ്റെ മുഖം നല്ലതുവണ്ണം കാണാമോ. അതുപോലെ നമ്മളെ കഷ്ടതയുടെ തീച്ചൂളയിലാക്കുമ്പോൾ പിതാവ് നോക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, എൻ്റെ മുഖം കാണാമോ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റേത് ഞാനെന്നുള്ളതാ ഉരുക്കാൻ ഏറ്റവും പ്രയാസമുള്ളത്. ഉരുക്കി മാറ്റണം. എൻ്റേത് ഞാൻ, ഇന്നലെ പറഞ്ഞല്ലോ, എൻ്റേത് ഞാൻ എന്നുള്ളത് സാത്താൻ ലൂസിഫറിന്റെ മനസ്സിൽ ഇട്ടുകൊടുത്തതാണ്. എൻ്റേത് ഞാൻ, അത് ഉരുക്കി മാറ്റണം. എൻ്റേത് ഞാനെന്നുള്ളത്, സ്തോത്രം, എൻ്റേത് ഞാനെന്നുള്ളത് ഉരുക്കി മാറ്റിയേ മതിയാകുള്ളൂ. അതിച്ചിരി കടുപ്പമാണ്. പ്രായമായി കഴിഞ്ഞാലും എൻ്റേത് ഞാനെന്നുള്ളത് വിടാൻ പ്രയാസമായി. മോഹമായ പല കാര്യങ്ങളങ്ങ് വിട്ടുപോകും. എന്നാൽ എൻ്റേത് ഞാൻ എന്നുള്ളത് വിടാൻ മനസ്സിൽ വളരെ പ്രയാസം തോന്നും. അപ്പോൾ എൻ്റേത് ഞാൻ എന്നുള്ളത് ഉപേക്ഷിക്കുവാൻ നമ്മളെ എന്ത് ചെയ്തേ കൊള്ളൂ, ഉരുക്കി നമ്മുടെ കിട്ടം മുഴുവനും പുറകിൽ കൊണ്ടുവരണം. ഉരുക്കി നമ്മുടെ കിട്ടം എല്ലാം വെളിയിൽ കൊണ്ടുവരാതെ നമ്മുടേത് എൻ്റേത് ഞാൻ എന്നുള്ളത് നമ്മളിൽ നിന്ന് പോകുകയില്ല. നമ്മുടെ കിട്ടം മാറണമെങ്കിൽ എന്ത് ചെയ്തേക്കുള്ളൂ, നമ്മളെ പൂർണ്ണമായി ഉരുക്കിയേ മതിയാകുള്ളൂ. ഹല്ലേലൂയ. അതേത് ഉരുക്ക് ശാലയിലാണെങ്കിലും ദൈവത്തിൻ്റെ കണ്ണവിടെയുണ്ട്. നമ്മുടെ തലയിലെ തലമുടി പോലും അവൻ എണ്ണിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് സംഭവിക്കുന്ന സകല കാര്യങ്ങളും ദൈവം അറിഞ്ഞിട്ടേ സംഭവിക്കുന്നുള്ളൂ. ദൈവത്തിന്റെ അനുവാദത്തുകൂടെ, ദൈവം അനുവദിച്ചിട്ടല്ലാതെ ഒരു ചെറിയ രോമം പോലും അനങ്ങാൻ ഒക്കുകയില്ല. ഇയ്യോബിന്റെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഇയ്യോബിനെ ദൈവം പരിശോധിക്കാൻ അനുവദിച്ചു. അയച്ചപ്പോൾ സാത്താൻ വന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞെന്താണ്? വായിച്ചിട്ട് ഇയ്യോബിന്റെ പുസ്തകം 1-ാമത്തെ അതിൽ വന്നിട്ട് ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വന്നാട്ട് അതിന്റെ 6-7 വാക്യം വായിച്ചാട്ട്. ഒരു ദിവസം ദൈവദൂതന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യഹോവ സാത്താനോട്, എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരും ഇല്ലല്ലോ എന്ന് അരുളി ചെയ്തു. അതിന് സാത്താൻ യഹോവയോട്, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത് നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? അപ്പോൾ ഇയ്യോബിന് എത്ര വേലിയുണ്ട്? അവനൊരു വേലിയുണ്ട്, അവന്റെ വീടിനും മക്കൾക്കും ഒരു വേലിയുണ്ട്, സകലത്തും 3 വേലിക്കകത്തായിരിക്കുന്നത് ഇയ്യോബ്. എത്ര വേലിക്കകത്ത്? വേലി കെട്ടി ഇയ്യോബിനെ സൂക്ഷിച്ചു, നമ്മളെ കരത്തിൽ സൂക്ഷിക്കുന്നു. ഏതാ കൂടുതൽ മഹത്വമുള്ളത്? വേലി കിട്ടിയതാണോ കരത്തിൽ വെച്ചിരിക്കുന്നതാണോ? 3 വേലി ഇയ്യോബിനുണ്ട്. ദൈവത്തിലെ നിന്നെ അവൻ വെച്ചിരിക്കുന്നത് എവിടെയാണ്? അവന്റെ കരത്തിലാണ്.
ഹല്ലേലൂയ. ഇയ്യോബിന്റെ ആദ്യത്തെ ഒരു വേലി ദൈവം പൊളിക്കാൻ അനുവദിച്ചു. അപ്പോഴാണ് അവന്റെ വീട്ടിലുള്ളതെല്ലാം എന്ത് ചെയ്തത്? അവനും അവന്റെ വീട്ടിലുള്ളതും മക്കളും എല്ലാം നശിച്ചുപോയി. പിന്നെ രണ്ടാമത്തെ ആയത്തിൽ വന്നാട്ട് അതിന് ഒന്ന് മുതൽ വീണ്ടും വായിച്ചാട്ട്. പിന്നെയും ഒരു ദിവസം ദൈവപുത്രന്മാരെ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. സാത്താനും അവരുടെ കൂട്ടത്തിൽ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യഹോവ സാത്താനോട്, എന്റെ ദാസനായ യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ. അവൻ തന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിന് നീ എന്നെ സമ്മതിപ്പിച്ചു എന്ന് അരുളി ചെയ്തു. സാത്താൻ യഹോവയോട്, ത്വക്കിന് പകരം ത്വക്ക്, മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തന്റെ ജീവന് പകരം കൊടുത്തു കളയും. നിന്റെ കൈ നീട്ടി അവന്റെ അസ്ഥിയും മാംസവും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി തേച്ചു പറയുമെന്ന് ഉത്തരം പറഞ്ഞു. യഹോവ സാത്താനോട്, ഇതാ അവൻ നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ പ്രാണനെ മാത്രം തുടരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ട് ഇയ്യോബിനെ ഉള്ളങ്കാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു. അവൻ ഒരു ഓട്ടിൻ കഷ്ണം എടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു. മതി. ഇവിടെ നാം വായിക്കുന്നത്, ആദ്യത്തെ 2 വേലി എടുത്തപ്പോൾ വസ്തുക്കളും വീടുമെല്ലാം നഷ്ടപ്പെട്ടു, മക്കളും പോയി. പിന്നെ ഒടുവിലുണ്ടായിരുന്ന ഒരു വേലിയായിരുന്നു. അത് ആരുടെ വേല? അവന്റെ സ്വന്തം. അതുകൂടെ ദൈവം പൊളിച്ചു കളഞ്ഞു. സാത്താൻ വന്ന് അവനെ മുഴുവൻ ഇതാക്കി അവൻ ചാരത്തിലിരുന്ന് എന്ത് ചെയ്യുക? അപ്പോൾ ഇയ്യോബിന് ഇത്രമാത്രം വേലിയുണ്ടായിരുന്നെങ്കിൽ, പ്രിയ ദൈവമക്കളെ, നമ്മൾക്ക് അവന്റെ കരത്തിലിരിക്കുന്നതായ നമ്മൾക്ക് എത്രമാത്രം സുരക്ഷിതത്വം അവൻ നൽകിയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ ഓർക്കണം. ദൈവത്തിന്റെ കരങ്ങളിൽ നാം സുരക്ഷിതരായിരിക്കുകയാണ്. ഒടുവിൽ യോബിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, യോബിന്റെ ആ 42-ാം അധ്യായത്തിലേക്ക്, ഒടുവിലത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, യോബിന്റെ പുസ്തകത്തിൽ ഒടുവിലത്തെ അധ്യായത്തിലേക്ക് വന്നാട്ട്, യോബിന്റെ പുസ്തകത്തിൽ അവനുണ്ടായിരുന്ന സ്വയനീതിയെ അവൻ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞു. 5-ാമത്തെ തന്റെ സ്വയനീതി കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞപ്പോൾ ദൈവം 40-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിച്ചാട്ടെ. 3-4. 40-3. അതിന് ഇയ്യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, ഞാൻ നിസ്സാരനല്ലോ, ഞാൻ നിന്നോട് എന്ത് ഉത്തരം പറയേണ്ടു? ഞാൻ കൈകൊണ്ട് വായ പൊത്തിക്കൊള്ളുന്നു എന്ന് പറഞ്ഞു. ഇനി പിന്നെ അതിന്റെ 42-ാം അധ്യായത്തിന്റെ 5-6 വായിച്ചാട്ടെ. ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴും എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. ഇയ്യോബിന്റെ ചരിത്രം, ആ വിഷയത്തിലേക്ക് പോകാൻ നമുക്ക് സമയമില്ല. ഇയ്യോബിന് ഇത്രയും തീച്ചുളയിൽ കൂടെ പോകുവാനുള്ളതായ ആവശ്യം ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഇത്രയും തീച്ചുളയിൽ തനിക്ക് പോകേണ്ടി വന്നത്. അതിന്റെ കാരണം താൻ സ്വയനീതി, ഞാൻ നല്ലവൻ എന്നുള്ളതുണ്ടായിരുന്നു. അതിനെ കൂടെ ദൈവം എന്ത് ചെയ്തു? തീച്ചുളയിലിട്ട് ഉരുക്കി അതുകൂടെ ദൈവം മാറ്റിക്കളഞ്ഞു. ആ സ്വയനീതിയെ സാത്താനെ സന്തോഷിപ്പിക്കാനല്ല ഇത്രയും കഷ്ടങ്ങളിൽ വിട്ടത്, തന്നെ ഉരുക്കി. आयुब के किताब का 42-45 पढ़ रहे थे. आयुब ഒടുവിൽ അതിന്റെ ആ സ്വയനീതി മാറിക്കഴിഞ്ഞപ്പോൾ 42:10 വായിച്ചാട്ട്. 10-11. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. അപ്പോൾ നമ്മുടെ പരീക്ഷയിൽ, നമ്മുടെ പരിശോധനയിൽ, നമ്മുടെ തീച്ചൂളയിലിട്ട് ദൈവം നമ്മളെ അവനെ പോലെ ആക്കുമ്പോൾ എവിടെ വെച്ചാ നമ്മളെ ആക്കുന്നത്? അവന്റെ കൈക്കുള്ളിൽ. ആരുടെ കൈക്കുള്ളിൽ? നമ്മുടെ ദൈവമായ കർത്താവിന്റെ കൈക്കുള്ളിലാണ് നാം ഇരിക്കുന്നത്. അവന്റെ കൈക്കുള്ളിലിരുന്ന് അവൻ നമ്മളെ ഇങ്ങിപ്രകാരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പ്രിയ ദൈവമക്കളെ, ഒന്നുകൊണ്ടും ഭാരപ്പെടാതെ, കർത്താവേ, എന്നെ നിന്നെ പോലെ ആക്കണമേ,
എന്നെ നിന്നെപ്പോലെ ആക്കണമേ. നമ്മളിവിടെ വരെ വളരണം. ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് ഇന്നത്തെ അവസാനിപ്പിക്കാം. എഫേസ്യർ 3:14 മുതൽ 19 വരെ നമ്മൾ വായിച്ചതാണ്. പല പ്രാവശ്യം വായിച്ചാണ്. ഒരു പ്രാവശ്യം കൂടെ വായിച്ചിട്ട് നമ്മൾ ധ്യാനിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. എഫേസ്യ ലേഖനം 3:14 മുതൽ 19 വരെ വായിച്ചാട്ട്. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം. അതുകൊണ്ട് ഞാൻ ഇവിടെ ക്ലാസ് അവസാനിപ്പിക്കുന്നതോടുകൂടെ നിങ്ങളോട് അപേക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നത്, ഹൃദയത്തിലൊരാഗ്രഹം വരട്ടെ. കർത്താവേ, എന്നെ നിന്നെ പോലെ ആക്കണമേ. എന്നിലുള്ള സ്വയമെല്ലാം മാറ്റി എന്നെ ഒരുക്കി നിന്നെ പോലെ ആക്കണമേ. നാം അവൻ്റെ കയ്യിൽ സുരക്ഷിതരായിരിക്കുകയാണ്. നമ്മൾക്ക് സംഭവിക്കുന്നതെല്ലാം നമ്മുടെ കർത്താവ് അറിയുന്നു. കർത്താവ് അറിയാതെ ഒന്നും നമ്മൾക്ക് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്നുകൊണ്ടും ഭാരപ്പെടാതെ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. തീച്ചുളയ്ക്ക് ചൂട് കൂടുമ്പോൾ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, കൃപ തരണമേ. സഹിപ്പാൻ കൃപ തരണമേ. സഹിപ്പാൻ കൃപ തരണമേ. നിന്റെ കൃപയില്ലാതെ നിങ്ങൾ കഴിയില്ലല്ലോ. എല്ലായ്പ്പോഴും എല്ലായിടത്തും കൃപ നമ്മൾക്ക് ലഭിക്കും. ഏകരായിരിക്കുന്നിടത്തും കൃപ ലഭിക്കും. ശരീരത്തിൻ്റെ വേദനയാണ്, ഡയബറ്റീസാണ്, എന്ത് തന്നെയാണെങ്കിലും അതെല്ലാം നമ്മെ അവനെ പോലെ ആക്കുവാനാണ്. സ്തോത്രം. ഞാൻ അനുഭവത്തോടെ പറയുന്നു, എല്ലാം നമ്മെ അവനെ പോലെ ആക്കുവാനാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അനുസരണക്കേട് വന്നു, അതിലൂടെ കർത്താവിന് ഏതോ സാധിക്കാനായിട്ടുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠനത്തിൽ തോറ്റുപോകുന്നു, അതിലേതോ ഉണ്ട്. എന്ത് വന്നാലും അതിൻ്റെ ഒടുവിലത്തെ ഫലം നമ്മുടെ നന്മയ്ക്കായിട്ട്. സ്തോത്രം. നമ്മുടെ നന്മയ്ക്കായിട്ട്. അതുകൊണ്ട് വിടുതലിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? കൃപയ്ക്ക് വേണ്ടി. വിടുതലിന് പോയാൽ പിന്നെ ചൂട് കൂട്ടേണ്ട അനുഭവമാണ്. ഇപ്പോൾ ഒരു ചെറിയ വേദന കൊണ്ട് കർത്താവ് ഇതേ നിങ്ങൾ വിടുതലുകാരുടെ അടുക്ക പോയി പ്രാർത്ഥിച്ചു സൗഖ്യമായെങ്കിൽ കർത്താവിന് പിന്നെ 120 ഡിഗ്രി പിന്നെ 200 ആക്കിയേ ഒക്കുള്ളൂ. 120ന്റെ ചൂട് പിന്നെ എത്ര ആക്കണം? 200 ഡിഗ്രി ആകണം. വിടുതലുകാരുടെ അടുക്കൽ പോയി പ്രാർത്ഥിക്കാതെ കർത്താവിൻ്റെ ദാസന്മാരോട് ഇങ്ങനെ പറയാം, കർത്താവിൻ്റെ ദാസനെ ചൂട് കൂടുതലാണ്, എനിക്ക് വേണ്ടി കൃപയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. അങ്ങനെ ചെയ്യാം. വിടുതലിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്. വിടുതലിന് പ്രാർത്ഥിച്ചാൽ എന്താവും? പറഞ്ഞാട്ടെ, ചൂട് കൂടത്തേ ഉള്ളൂ. ചൂട് കൂടത്തേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇതുണ്ട്, കർത്താവ് എനിക്കൊന്നും വേണ്ട, ഇവിടെ ഞാൻ സൂക്ഷിച്ചു പോയിക്കോളാം, ബാക്കി നിത്യതയിൽ ഞാൻ നരകത്തിൽ തന്നെ കഴിഞ്ഞോളാം, അത് സാരമില്ല, ഇവിടെ എനിക്ക് എല്ലാവരുടെ മുമ്പിൽ അങ്ങ് സുഖമായിട്ട് ജീവിച്ചിട്ട് ബാക്കി ഞാൻ എന്ത് ചെയ്യാം? നിത്യതയിൽ അത് കഴിഞ്ഞ് ഞാൻ നരകത്തിൽ കിടന്ന് ബന്ധുകൊള്ളാം, എന്നാ സുഖമായിട്ട് ജീവിച്ചു, കർത്താവിന്റെ കരുത്തിൽ നിന്ന് എടുത്തു കളഞ്ഞു. എന്നാൽ നമ്മുടെ അപ്പൻ നമ്മളെ എല്ലാവരെയും തന്നെ പോലെ ആക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിന് തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകി. തൻ്റെ കൈകളിൽ അവൻ നമ്മളെ വഹിക്കുന്നു, തൻ്റെ തോളുകളിൽ അവൻ നമ്മളെ എടുത്ത് നടത്തുന്നു. ഇത്ര നല്ല പിതാവിനെ നമ്മൾക്ക് കിട്ടിയതിൽ കൂടുതൽ ഇനി എന്താ വേണ്ടിയത്? സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഒന്നുമല്ല നമുക്ക് വേണ്ടിയത്. 73-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നല്ലോ, 71-ാം സങ്കീർത്തനത്തിൽ ഞാൻ സ്വർഗത്തിലും നിന്നെ അല്ലാതെ, 73-ന്റെ 25 തോന്നുന്നു, വായിച്ചാട്ട്. 73-ാം സങ്കീർത്തനം 71-ാം സങ്കീർത്തനത്തിന്റെ 25-ാമത്തെ വാക്യം വായിച്ചാട്ട്.
സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഭൂമിയിൽ നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. നമ്മൾക്ക് അന്നു വേണ്ടതെല്ലാം നമ്മുടെ പിതാവ് നമ്മൾക്ക് വേണ്ടി ഒരുക്കുന്നു. Psalm 73:25, പദ്മസംഹിത 73:25. ഹല്ലേലൂയ. നമ്മുടെ തലയെ വളക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മളെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ നിന്റെ ഉള്ളം കയ്യിലിരുന്ന് നീ എന്നെ സ്നേഹിച്ചല്ലോ, എന്നെ നിന്നെപ്പോലെ ആക്കുവാൻ നീ ആഗ്രഹിക്കുന്നല്ലോ. കർത്താവേ, നീ എന്നെ നിന്നെപ്പോലെ ആക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അതിനുവേണ്ടി എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു കർത്താവേ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം.